വീണ്ടും വരുന്നവനായി കർത്താവ് യേശുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ ഒരിക്കൽ കൂടെ മഹത്വമെടുക്കുമാറാകട്ടെ. ജീവനുള്ളവർ കാര്യങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയട്ടെ. ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പാസ്റ്റർ ഷാജി പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബം സ്തോത്രം. ദൈവത്തിൻ്റെ ദാസന്മാർ കോൺഗ്രിഗേഷൻ വളരെ ആത്മീയമായ ദൈവിക ജ്വലനം നാം അനുഭവിക്കുവാൻ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട് വർഷിപ്പ് ലീഡ് ചെയ്യുവാനായി കർത്താവിനാൽ നിയുക്തനായിരിക്കുന്ന സ്തോത്രം അതെ ഷാരൻ സ്തോത്രം, മറ്റെല്ലാ ദൈവദാസന്മാർ ഏവരി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് യേശു പറഞ്ഞു. വലതും ഇടതും മുന്നിലും പിന്നിലും ആരെങ്കിലുമൊക്കെ ഇരിക്കുന്നെങ്കിൽ അവർക്കും നിങ്ങൾക്കും മധ്യത്തിൽ അവർക്ക് നിങ്ങൾക്ക് മധ്യത്തിൽ യേശുണ്ട്. യേശുവിനാൽ ചുറ്റപ്പെട്ടവരായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മുന്നേ ഡി മേജർ താങ്ക് യു. ഷാരൻ റെഡി? താങ്ക് യു. വി ആർ ഗോയിങ് ടു മിനിസ്റ്റർ ടുഗദർ. ഈ നാളുകളിൽ ഒരു സാക്ഷ്യം നിങ്ങൾ വ്യക്തിയായി കുടുംബമായി പറവാൻ പോകുന്നു. ഈ നാളുകളിൽ നിങ്ങളുടെ അവസ്ഥ മാറും. ഒരു പുതിയ സാക്ഷ്യം പറവാനായി എല്ലാവരും ഒരുങ്ങട്ടെ. അതിങ്ങനെയാണ്: അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. ഈ പഞ്ചാബിൽ ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ഒരു കോറസ് കേട്ടാൽ ജനം എഴുന്നേൽക്കും. ഈ പഞ്ചായത്തിൽ അത് നടക്കുമെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ കൂടെ: അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോന് സ്തുതി. കരങ്ങളിൽ ശബ്ദം ഉയർത്തി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. ഇരിക്കാരങ്ങളും ശബ്ദം ഉയർത്തി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കണ്ണുകളടച്ച് 2 കരങ്ങളെ ഉയർത്തി ആധനങ്ങളെ തുറന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട എല്ലാവരും അന്യഭാഷകളിൽ ശക്തിയോടെ അന്യഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു നിന്നാണ് 2 മിനിറ്റ്. കമാൻ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ സഹോദരിമാരുടെ ശബ്ദം ഉയരട്ടെ. എല്ലാ സഹോദരന്മാരുടെ ശബ്ദം ഉയരട്ടെ. വരണ്ട നിലത്ത് ഒഴുകുന്ന നദി, വരണ്ട നിലത്ത് ഒഴുകുന്ന നദിയായി ദൈവാത്മാവേ ചലിക്കണമേ, 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 ചലിക്കണമേ. ശബ്ദം ഉയർത്തി. ഏറ്റവും പിന്നിലായിരിക്കുന്നവരുടെ ശബ്ദം ഉയരട്ടെ. അവസാനം വന്നവരുടെ ശബ്ദം ഉയരട്ടെ. ആ ഓൺലൈനിലായിരിക്കുന്നവരുടെ ശബ്ദം ഉയരട്ടെ. യെസ്, ഹല്ലേലൂയ.
നല്ലവനും വിശ്വസനും വാക്കുമാറാത്തവന് ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ കണ്ണുകളിലേക്ക് ഞങ്ങൾ നോക്കുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ കൊതിക്കുന്നു. ഒരിക്കൽ കൂടെ അങ്ങയുടെ ശബ്ദത്തിനു വേണ്ടി ചെവി ഓർക്കുന്നു. നീട്ടിയ ഭുജത്താലും ബലമുള്ള കരത്താലും ഇന്ന് പകൽക്കാലം ഈ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റുവാൻ രാജാവ് വെണ്ണിക്കുളം ദേശത്ത് ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ കൊള്ള പങ്കിടുവാൻ കഴിയത്തില്ല എന്നരുളി ചെയ്ത ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ ശക്തിയുള്ള നാമത്തില് സകല മതശക്തികളെ, എല്ലാ വ്യർത്ഥ പാരമ്പര്യങ്ങളെ, എല്ലാ മൈൻഡ് ബ്ലോക്കേജസിനെ, എല്ലാ ഇഗ്നോറൻസിനെ, അറിവില്ലായ്മകളെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുന്നു. ഇന്ന് പകലും ദൈവിക സ്വാതന്ത്ര്യം തന്റെ ജനത്തിൽ വെളിപ്പെടട്ടെ. വചനത്തിൽ വാതിൽ ഇവിടെ നിന്ന് തുറക്ക്. അവിടെ ഞങ്ങളോട് സംസാരിക്കുക. ദൈവപുത്രനായ യേശുവിന്റെ നാമത്തെ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നിന്ന് വെളിപ്പെടുത്തും. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ശക്തിയോടെ ആമേൻ പറഞ്ഞാട്. ഒരിക്കൽ കൂടെ ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം നിൽക്കുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിനേക്കാൾ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിക്കൽ നിൽക്കുന്നതിനേക്കാൾ, ചന്തയിൽ നിൽക്കുന്നതിനേക്കാൾ, സ്തോത്രം, അതെ, പോലീസ് സ്റ്റേഷന്റെ വരാന്തിയിൽ നിൽക്കുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ബൈബിളിലുള്ള എല്ലാവരും എടുത്താട്ടെ. ബൈബിൾ ഇല്ലാത്തവർ കാണുന്നു. ഈ മീറ്റിങ്ങിന് ശേഷം എന്നെയല്ല, ഷാജി പാസ്റ്ററെ കോൺടാക്ട് ചെയ്യുക. അദ്ദേഹം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബൈബിൾ മേടിച്ച് തരുന്നതായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് പ്ലീസ് ബൈബിളിലുള്ള എല്ലാവരും എടുത്താട്ടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ പുസ്തകമാണ്. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വന്നേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22, 23, 24 വാക്യങ്ങൾ. ജനസിസ് ചാപ്റ്റർ 49, 22, 23 and 24. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22, 23, 24. നല്ല ശക്തിയോടെ ശബ്ദമുയർത്തി ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന അതേ വാളിയത്തിൽ, എങ്ങനെയാണ് വീട്ടിൽ വഴക്ക് പറഞ്ഞത് അതേ വാളിയത്തിൽ ശബ്ദമുയർത്തി വായിച്ചാടെ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 22, 23, 24 വാക്യങ്ങൾ. റെഡി? യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിലുമേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് പകൽ നാം കേൾക്കുന്നെങ്കിൽ നല്ല ദൂതിന്റെ തലക്കെട്ട് ഇതാണ്: നിങ്ങളുടെ സീസൺ മാറുവാൻ പോകുന്നു. ഗോസ്പൽ സെന്ററിന്റെ സീസൺ ഈ 25ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാറുവാൻ പോകുന്നു. അഹരോന്മാരായി ഹൂരുമാരായി ഈ ശുശ്രൂഷയിൽ ഷാജി പാസ്റ്ററുടെ കരം താങ്ങിയ ഓരോ കുടുംബങ്ങളുടെ സീസൺ മാറുവാൻ പോകുന്നു. പഴയ വിശ്വാസികളായിരിക്കാം, പുതിയ വിശ്വാസികളായിരിക്കാം, അടുത്ത് നിന്ന് വന്നവരായിരിക്കാം, അകലെ നിന്ന് വന്നവരായിരിക്കാം. നിങ്ങളുടെ സീസൺ മാറുവാൻ പോകുന്നു. അടുത്ത് നിൽക്കുന്നവരെ ശത്രുക്കളല്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അവരെ നോക്കി പറഞ്ഞേ, നിങ്ങളുടെ സീസൺ മാറുവാൻ പോകുന്നു. നിങ്ങളുടെ സീസൺ മാറുവാൻ പോകുന്നു. ദയവായിരുന്നാട്ടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തലമുറയായി ദൈവം അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ചിലരെ തിരഞ്ഞെടുത്തു. ദൈവം സീസന്റെ ദൈവമല്ല, ദൈവം തലമുറകളുടെ ദൈവമാണ്. അപ്പുറത്ത് വാഴത്തോട്ടമുണ്ട്, ഒറ്റ വർഷമേ നിൽക്കത്തുള്ളൂ. കുറച്ചപ്പുറത്ത് ചീരത്തോട്ടമുണ്ട്, 6 മാസമേ നിൽക്കത്തുള്ളൂ. എന്നാൽ ഇന്ന് പകൽ എൻ്റെ മുൻപിലായിരിക്കുന്നത് വാഴത്തോട്ടമല്ല, ചീരത്തോട്ടമല്ല, തലമുറയായി നിൽക്കുന്ന ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമാണ്. ഈ ചലനം നമ്മൾ മരിച്ചാലും തീരത്തില്ല. മുന്തിരി that will sustain generation after generation. തലമുറയായി നിലനിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അത് മെനിഞ്ഞാന്ന് പെയ്ത മഴയിൽ മുളച്ചു വന്ന ഒരു തകരയല്ല, അത് ദൈവം അതിനെ നട്ടതാണ്. ദൈവം നട്ടതാണ്. ഈ ഫ്രണ്ട് റോ മുതൽ ദൈവം നട്ടതാണ്. നീ വന്നു കയറിയതല്ല, ദൈവം നിന്നെ നട്ടതാണ്. ദൈവം നിന്നെ പ്ലാൻ ചെയ്തതാണ്. ദൈവം പ്ലാൻ ചെയ്തതിനെ ആൾക്കും പ്ലക്ക് ചെയ്യാൻ കഴിയത്തില്ല. ദൈവം നട്ടതിനെ ആർക്കും പറിപ്പാൻ കഴിയത്തില്ല. അബ്രഹാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം മരിക്കുന്നതിന് മുൻപ് ഇസഹാക്കിലേക്ക് ആ അനുഗ്രഹത്തെ പാസ് ഓൺ ചെയ്തു. ഇസഹാക്ക് മരിക്കുന്നതിന് മുൻപ് ഏശാവിലേക്കല്ല, സർപ്രൈസായി യാക്കോബിലേക്ക്
ആ അനുഗ്രഹത്തെ പാസ് ചെയ്തു. 3-ാം തലമുറ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ 4-ാം തലമുറ ആയപ്പോഴേക്കും ആ കുടുംബത്തിൻ്റെ സ്ഥിതി ടോട്ടലി മാറി. അന്നത്തെ ഏറ്റവും വലിയ ഉന്നതമായ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി യാക്കോബിൻ്റെ ഗോവേണി എന്ന് നമ്മൾ പറയും. മേ ബി ദൈവം പറയുന്നത് ഇസ്രായേലിൻ്റെ ഗോവേണി എന്നായിരിക്കും. സ്തോത്രം. ആ ഗോവേണിയിലൂടെ കയറിയ യോസെഫ് അന്നത്തെ ഏറ്റവും വലിയ രാജ്യത്തിൻ്റെ പ്രധാന മന്ത്രിയായി ഇരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ പ്രാർത്ഥിക്കാത്ത, നിങ്ങൾ വിശ്വസിക്കാത്ത, ആരും നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയാത്ത ഉയർച്ചകൾ ഇവിടെ ഇരിക്കുന്ന ഏതോ തലമുറകളെ മേൽ കർത്താവിന് കൽപ്പിപ്പാനുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പ്രാർത്ഥിച്ചില്ല, ആരും പ്രവചിച്ചില്ല, ദൈവം പോലും പറഞ്ഞില്ല. പക്ഷേ യോസെഫിൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. 2 മണിയാകുമ്പോൾ നമ്മൾ നിർത്തും. പക്ഷേ പെട്ടെന്ന് ചില ദൂതുകൾ പറയട്ടെ, നിന്റെ വീട്ടുകാർക്ക് പോലും നീ ഒരു സർപ്രൈസ് ആകുവാൻ പോകുന്നു. ഇവിടെ ചില യോസെഫുമാർ ഇരിക്കുന്നു. മീനിങ്, അതിൻ്റെ അർത്ഥം നീ ഒരു യോസെഫ് ആണെങ്കിൽ നിന്റെ അനുഗ്രഹം നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്റെ അഭിഷേകം, നിന്റെ അനുഗ്രഹം നിന്റെ കുടുംബത്തിൻ്റെ മുഖത്തെ തകർത്തിരിക്കും. ശുശ്രൂഷകന്മാർ കേൾക്കട്ടെ, നിങ്ങളുടെ അഭിഷേകം ദേശത്തിന്റെ മുഖച്ഛായയെ മാറ്റിയിരിക്കും. പ്രധാനമന്ത്രി യോസെഫിൻ്റെ പിതാവിൻ്റെ ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ് ഉൽപ്പത്തി 49. രാജ്യത്തിൻ്റെ ഉന്നതന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രിയുടെ കുടുംബത്തിൻ്റെ കാര്യമാണല്ലോ. എല്ലാവരും പ്രതീക്ഷയോടെ ഈജിപ്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. യാക്കോബ് വൃദ്ധനാണെങ്കിലും സ്പെഷ്യൽ ക്ലോത്തൊക്കെ ധരിച്ച്, പ്രത്യേക വസ്ത്രം ധരിച്ച് തൻ്റെ പ്രത്യേക സ്ഥാനത്തിരിക്കുന്നു. സ്തോത്രം. യാക്കോബിൻ്റെ പുത്രന്മാർ എല്ലാവരും അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വസ്ത്രം, ഏറ്റവും നല്ല കോസ്റ്റ്യൂംസ്, ഏറ്റവും നല്ല വേഷവിധാനം ധരിച്ച് മൂത്തവൻ തുടങ്ങി ഇളയവനായി നിരയായി നിൽക്കുകയാണ്. കാരണം അബ്രഹാമിൽ നിന്ന് ഇസ്ഹാക്കിലേക്ക്, ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിലേക്ക് കടന്നു വന്നതായ അനുഗ്രഹം ഇപ്പോൾ 4-ാം തലമുറയിലേക്ക് പകരുവാൻ വേണ്ടി പോകുന്നു. അങ്ങനെ എല്ലാവരും തങ്ങളുടെ സകല മനസ്സിൻ്റെ ചേമ്പറുകളും ചെവികളും തുറന്ന് ഏത് അനുഗ്രഹമാണ് ഭാവിയിൽ ഈ 12 ഗോത്രങ്ങൾ ചുമക്കുന്നത് എന്ന് കാത്തിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, സ്തോത്രം, മൂത്തവർക്ക് സീനിയോറിറ്റിയുള്ള പലർക്ക് കൊടുക്കാത്തതായ ഒരു അനുഗ്രഹം. സ്തോത്രം. ഇത് അപ്പൻ പ്രൊനൗൺസ് ചെയ്ത് അപ്പൻ പറഞ്ഞ് ഈ യാക്കോബിന്, യോസെഫിന് കൊടുക്കുകയാണ്. സീനിയർസായ രൂബേൻ ഇല്ലാത്തത് ശിമിയോനും ലേവിയും ശപിക്കപ്പെട്ടു. ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയട്ടെ, ശിമിയോനും ലേവിയും ശപിക്കപ്പെട്ടു. പക്ഷേ നിനക്ക് മുൻപായി പോയവർ ശപിക്കപ്പെട്ട സ്ഥാനത്ത് നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും. മറ്റുള്ളവർക്ക് കഴിയാത്തത് ദൈവം നിന്റെ ജീവിതത്തിൽ സാധിപ്പിക്കുന്ന ഒരു സീസൺ വന്നിരിക്കുന്നു. ഞാനിങ്ങോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ച് മലയാളം പറഞ്ഞു, കൂടുതൽ അന്യഭാഷ പറഞ്ഞു. എൻ്റെ ഒരു വ്യാഖ്യാനം ഇങ്ങനെയായിരുന്നു: മറ്റുള്ളവർ തല കുനിഞ്ഞെടുത്ത് എൻ്റെ ജനത്തിൻ്റെ തലയെ ഞാൻ ഉയർത്തും. മറ്റുള്ളവർ തോറ്റെടുത്ത് എൻ്റെ ജനം ജയിക്കും. മറ്റുള്ളവർ ഞെരുങ്ങുന്നെടുത്ത് എൻ്റെ ജനത്തിന് ഞാനൊരു വിശാലത കൽപ്പിക്കും. മറ്റുള്ളവർ നിന്ദിക്കപ്പെട്ട്, അവഹേളിപ്പിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട സ്ഥലത്ത് എൻ്റെ ജനം മാന്യതയോടെ മുന്നേറും. Why? Because കാര്യം നിന്റെ സീസൺ ചേഞ്ച് ആവുകയാണ്. 2024 ജൂലൈ മാസം 20-ാം തീയതി ശനിയാഴ്ചയോടെ നിന്റെ സീസൺ മാറുകയാണ്. വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിനക്ക് പഴയതുപോലെ ഇനി ജീവിപ്പാൻ കഴിയത്തില്ല. നിന്റെ സീസൺ മാറുന്നു എന്ന് ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. നീ ഒരു ചീരയല്ല. തമിഴ് ബൈബിൾ പറയുന്നു യോസെഫ് ഒരു ദ്രാക്ഷച്ചെടി, മീനിങ് യോസെഫ് ഒരു മുന്തിരി വള്ളി.
ഒറിജിനൽ ടെക്സ്റ്റിൽ ചില ട്രാൻസ്ലേഷൻ പറയുന്നു, നീ ഒരു ചീരയല്ല, നീ ഒരു മുന്തിരിവള്ളി. അത് ഉയരം കുറഞ്ഞ് അത് പടരുന്നതാണ്. അത് നീളം കുറഞ്ഞ് താഴ്മയോടെ വളരുന്നവനാണ്. ഓ കമാ, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നോ? അത് നീളം കുറഞ്ഞ് നീളമില്ലാതെ താഴ്മയോടെ നിൽക്കുമെങ്കിൽ നിങ്ങളാകട്ടെ ഞാനാകട്ടെ അത് പടരുവാൻ വേണ്ടി പോകുന്നു. യെസ്, ഉയരം കുറഞ്ഞ് പടരുവാൻ പുതിയ ടെറിട്ടറികളെ കീഴടക്കുവാൻ ശരോനെ ദൈവം നമ്മെ ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ കൂടെ പുതിയ ടെറിട്ടറികളെ കീഴടക്കുവാൻ ആർക്കും വേണ്ടേ? പുതിയ ടെറിട്ടറികളെ കീഴടക്കുവാൻ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വന്നിരിക്കുന്നു. നീ പടരുന്ന സീസണാണ്. നിന്റെ സീസൺ മാറുവാൻ പോകുന്നു. എന്നാൽ നീ പടരുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അപ്പോസ്തലനായിരിക്കാം, പ്രവാചകനായിരിക്കാം, സുവിശേഷകനായിരിക്കാം, ഇടയനായിരിക്കാം, ഉപദേഷ്ടാവായിരിക്കാം, വിശ്വാസിയായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, വിദ്യാർത്ഥിയായിരിക്കാം, നിങ്ങൾ ഏത് മണ്ഡലത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ പടരുന്നത് കാണുമ്പോൾ ഗാലറിയിലിരുന്ന് സത്താനും കൂട്ടരും സ്തോത്രം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കത്തില്ല. നീ പടരുന്നത് തടയുവാൻ അവൻ മതിൽ പണിയും. ഒരു ശത്രുവുണ്ട്, അവൻ ചുമ്മാതിരിക്കത്തില്ല, അവൻ മതിൽ പണിയും. ഒരു ശത്രുവുണ്ട്, അവൻ മതിൽ പണിയും. പക്ഷേ ഇന്ന് പകൽ നിന്റെ ശത്രുവിനേക്കാൾ എൻ്റെ ദൈവം ഒത്തിരി 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 വലിയവനായതുകൊണ്ട് ആരോ പടരുന്നു. ശത്രു എത്ര പ്രബലനെങ്കിലും എത്ര വലിയ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ആ മതിലുകൾക്ക് മീതെ നീ പടരുവാൻ പോകുന്നു. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ ആരോടോ ദൈവാത്മാവ് വളരെ കൃത്യമായി പറയുന്നു, നിന്റെ സ്റ്റാഗ്നേഷൻ ഇന്ന് പകലോടെ അവസാനിച്ചിരിക്കുന്നു. ആരൊക്കെ പ്രസംഗിച്ചു വന്നുപോയി, ആരൊക്കെ വന്ന് പ്രസംഗിക്കും? സ്തോത്രം. 21 ദിവസം മത്സര പ്രസംഗം അല്ലല്ലോ നടക്കുന്നത്. ഈ ജനം അനുഗ്രഹിക്കപ്പെട്ട് തന്നെയാകണം. രണ്ട് കാര്യമാണ് എൻ്റെ നിലവിളി. ഒന്ന്, യേശുവപ്പച്ചൻ്റെ നാമം, കർത്താവിൻ്റെ നാമം ഇന്ന് പകൽ മഹത്വമെടുക്കണം. ഈ ജനത്തിൻ്റെ സീസൺ, ഈ ജനത്തിൻ്റെ സീസൺ മാറണം. മതിലുകളുണ്ടോ? തടസ്സങ്ങളുണ്ടോ? മുന്നേറുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന വെല്ലുവിളിയുണ്ടോ? അത് പ്രാർത്ഥനയാകാം, ദൈവവേലയാകാം. In the name of Jesus. തുടർന്നുള്ള നാളുകളിൽ ജനം നിന്റെ തടസ്സമെന്ന മതിലിനെ അല്ല കാണുന്നത്, നിന്നെ ഉറ്റുനോക്കുന്ന ജനം കാണുന്നത് പടരുന്ന നിന്നെയായിരിക്കും. സോ ബൈബിളിലെ ഏറ്റവും ഫേവറേറ്റ് ആയി ഈ ഹാളിലായിരിക്കുന്ന, ഓൺലൈനിലായിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്ക് യേശു കർത്താവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് യോസെഫ്. യോസെഫിൻ്റെ ലൈഫ് നോക്കുമ്പോൾ സ്തോത്രം സുവിശേഷമായി വളരെ സാമ്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. യോസെഫിൻ്റെ ജീവിതം ഒരു ദിവസം അല്പമായി പഠിപ്പാനായി ശ്രമിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി അവൻ്റെ ജീവിതം ഒരു സുവിശേഷമാണ്. ആരും വേണ്ടിയില്ല. നിന്റെ ജീവിതം 5-ാം സുവിശേഷമാകട്ടെ. 4 സുവിശേഷം എഴുതിയതുണ്ട്, ഒരെണ്ണം സ്തോത്രം ജീവനോടെ വെളിപ്പെടുന്നതുണ്ട്. 4 സുവിശേഷം വായിക്കാത്തവൻ നിന്റെ ജീവിതം കണ്ട് യേശു കർത്താവിനെ അറിയുമാറാകട്ടെ. സെന്റ് ഫ്രാൻസിസ് അസീസി എന്ന ദൈവദാസൻ പറഞ്ഞു, preach the gospel, if necessary use words. സ്തോത്രം. മീനിങ്, അതേ അർത്ഥം ഇതാണ്, ആവശ്യമുണ്ടെങ്കിൽ ദൈവവചനം, ആവശ്യമുണ്ടെങ്കിൽ സ്തോത്രം അതേ ശബ്ദം ഉപയോഗിക്കുക, പക്ഷേ സുവിശേഷം പറയുക. preach the gospel, സുവിശേഷം പ്രസംഗിക്കുക. if necessary use words, ആവശ്യമുണ്ടെങ്കിൽ വാക്കുകളെ ഉപയോഗിക്കുക. സോ വാക്കുകൾ ഉപയോഗിക്കുന്ന, കുറച്ച് ശബ്ദമിടുന്നതല്ല സുവിശേഷം. ഒരിക്കൽ കൂടെ, കുറച്ച് ശബ്ദമിടുന്ന തൊണ്ട തൊഴിലാളിത്വമല്ല സുവിശേഷം. പകരം ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ഏത് തീയെങ്കിലും വെള്ളമെങ്കിലും അനുകൂലമെങ്കിലും പ്രതികൂലമെങ്കിലും നിന്നയെങ്കിലും അപമാനമെങ്കിലും പ്രശ്നമെങ്കിലും കൊടുങ്കാറ്റെങ്കിലും അതിൻ്റെ നടുവിൽ പദവിക്കല്ല, ബന്ധാവിനല്ല, പ്ലാറ്റ്ഫോമിനല്ല, പകരം യേശു കർത്താവിന് വേണ്ടി ഒരു കൈത്തിരി പോൽ കത്തി എരിഞ്ഞൊരിക്കൽ എന്ന് പറഞ്ഞ കർത്താവ് യേശുവിന് വേണ്ടി നിൽക്കുന്നതിന്റെ പേരാണ് സുവിശേഷം.
യോസെഫിൽ ഒരു സുവിശേഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരിലും ഓരോ സുവിശേഷം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. യോസെഫ് എന്ന പദത്തിനർത്ഥം അബണ്ടൻസ് എന്നാണ്, സമൃദ്ധി. യോഹന്നാൻ 10:10 പറയുന്നു, യേശു കർത്താവ് വന്നത് ലൈഫ് മോർ അബണ്ടൻസ്, ജീവനും സമൃദ്ധിയായ ജീവനും പകരുവാൻ യേശു കടന്നു വന്നു. യോസെഫിൽ സുവിശേഷമുണ്ട്, അഥവാ യോസെഫിൽ കർത്താവ് യേശു ഉണ്ട്. യോസെഫ് എന്ന പദത്തിനർത്ഥം പറഞ്ഞാട്ടെ, ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, സമൃദ്ധി, ജീവനും സമൃദ്ധിയായ ജീവനും. സ്തോത്രം. സമൃദ്ധി എന്ന് പറഞ്ഞപ്പോൾ ആരാണ്ട് മിണ്ടാതിരിക്കുന്നു. സമൃദ്ധി ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പുറത്ത് കയറാൻ വയ്യായിരുന്നു, ഭയങ്കര കാറായിരുന്നു, നിറയെ കാറ് കിടക്കുക. സമൃദ്ധി ഇല്ലെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ആ കാറ് സ്തോത്രം ഷാജി പാസിന് കൊടുത്തിട്ട് പോയാട്ടെ. ഞാൻ ഇങ്ങോട്ട് കയറാൻ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവേ ഇതിൻ്റെ അതിരുകളെ കർത്താവ് ഒന്ന് വിശാലമാക്കണമേ. കമാണ്. ഇപ്പോൾ സ്തോത്രം പറയാത്തവർ അസൂയ ഉള്ളത് കൊണ്ടാണ്, അസൂയ ഇല്ലാത്തവർ കരങ്ങൾ ഉയർത്തി അതിരുകളെ വിശാലമാക്കുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. സമൃദ്ധി. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, യോസെഫ് എന്ന പദത്തിന് അർത്ഥം സ്തോത്രം സമൃദ്ധി എന്നാണ്. യേശു കർത്താവ് വന്നത് സമൃദ്ധിയും അതേ ജീവനും സമൃദ്ധിയായ ജീവൻ പകരുവാൻ വേണ്ടിയാണ്. തിരുവചനം പറയുന്നു, സ്തോത്രം. അതേ യോസെഫ് തൻ്റെ അപ്പനാകുന്ന യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പനാകുന്ന യാക്കോബിന് മറ്റു മക്കളെക്കാൾ യോസെഫ് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പൻ്റെ വാക്കുകളെ അനുസരിച്ച് അവൻ ജീവിച്ചതുകൊണ്ട് അപ്പൻ്റെ പ്രീതി, അപ്പൻ്റെ ഫേവർ അവൻ സമ്പാദിച്ചു. സ്തോത്രം. ബൈബിൾ അലമാരയിൽ ഇരിക്കാൻ ഉള്ളതല്ല, അതനുസരിച്ച് ജീവിച്ചതുകൊണ്ട് സ്തോത്രം. വചനം ജഡമായി തീർന്നപ്പോൾ യോർദാന്റെ കരയിൽ അവൻ വചനം ജഡമായി തീർന്ന് അവൻ അനുസരിച്ചപ്പോൾ പിതാവായി ദൈവം മിണ്ടാതിരുന്നില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗം വിളിച്ചു പറഞ്ഞു. മീനിങ് സ്തോത്രം. യോസെഫ് അപ്പൻ യാക്കോബിന് പ്രിയപ്പെട്ടവനായിരുന്നെങ്കിൽ സ്വർഗീയ പിതാവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു കർത്താവായ ഈ യേശു. തിരുവചനം പറയുന്നു, സ്തോത്രം. യോസെഫിനെ അപ്പനാകുന്ന യാക്കോബ് ഷേഖേമിലേക്ക്, ശമര്യയിലേക്ക്, സഹോദരന്മാരുടെ അടുക്കലേക്ക് അയച്ചു. ഒരിക്കൽ കൂടെ, യോസെഫിനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അപ്പനാകുന്ന യാക്കോബ് അയച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് ഒരേ ഒരു പുത്രനെ ഉള്ളൂ. പിതാവായ ദൈവം അവനെ മിഷണറി ആക്കി ഈ ലോകത്തിലേക്ക് അയച്ചു. ദൈവത്തിന് ഒരു പുത്രനെ ഉള്ളൂ. ആ ഒരേ ഒരു പുത്രനെ പിതാവായ ദൈവം മിഷണറി ആക്കി. ഗോസ്പൽ സെന്റർ നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊരു മിഷണറി സഭയാണ്. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദ്വീപുകളിലേക്ക്, രാജ്യങ്ങളിലേക്ക് ഒരു കൂട്ടം അഭിഷിക്തന്മാർ ഈ സഭയിൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ എഴുന്നേൽക്കട്ടെ. അന്തോക്കിയ സഭയിൽ നിന്ന് ബർണബാസും പൗലോസും കടന്നുപോയതുപോലെ വെണ്ണിക്കുളം ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒരു മിഷണറി പട്ടണമാകട്ടെ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം. സഹോദരന്മാരുടെ അടുക്കലേക്ക് യോസെഫിനെ അയച്ചപ്പോൾ അവൻ ധരിച്ചിരുന്നതായ വസ്ത്രം കണ്ടിട്ട് സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. മറ്റൊരുത്തൻ്റെ നന്മ, മറ്റൊരുത്തൻ്റെ വളർച്ച, മറ്റൊരുത്തൻ്റെ അനുഗ്രഹം, മറ്റൊരുത്തൻ്റെ ശുശ്രൂഷ കാണുമ്പോൾ ഇന്നും ചിലർക്ക് ഗിറ്റാർ വായിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, ഇന്നും പലർക്കും ചൊറിയും. പക്ഷേ ഞാൻ പറയട്ടെ, അവൻ്റെ ചൊറിച്ചൽ കൊണ്ട് നിന്റെ അനുഗ്രഹത്തിന് ഒരു കോട്ടവും വരത്തില്ല. സഹോദരന്മാർ അവനോട് അസൂയ തോന്നി. സെയിം തിങ് തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആവർത്തിച്ചു. യേശു കർത്താവിൻ്റെ പോപ്പുലാരിറ്റി, യേശു കർത്താവിൻ്റെ പ്രസിദ്ധി, യേശു കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി, അവനിലുള്ള ദൈവിക നിറവ്, രോഗശാന്തി, വിടുതലുകൾ കണ്ടപ്പോൾ യഹൂദന്മാർക്കും സ്തോത്രം യേശുവിനോട് അസൂയ തോന്നി. യോസെഫിനോട് അസൂയ തോന്നിയ ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. യേശുവിനോട് അസൂയ തോന്നിയ ലോകത്തിലാണ് നീ ജീവിക്കുന്നത്. നിനക്ക് മറ്റുള്ളവർക്കില്ലാത്തത് നിനക്കുള്ളത് കാണുമ്പോൾ, ഞാൻ ആവർത്തിക്കുന്നു, മറ്റുള്ളവർക്കില്ലാത്തത് നിനക്ക് കാണുമ്പോൾ, മറ്റുള്ളവർക്കില്ലാത്ത നിന്റെ വീട്ടിൽ വരുമ്പോൾ വേറെ ചിലർക്ക് അസൂയ തോന്നും. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ ഓഹരിയാണ്. അവൻ നിന്റെ ഓഹരിയെ പരിപാലിക്കും. യെസ്, ദൈവം നിന്റെ ഓഹരിയെ പരിപാലിക്കും. ഹല്ലേലൂയ. അസൂയ മൂത്തിട്ട് യോസെഫിനെ ജാതികളുടെ കയ്യിലേക്ക് സഹോദരന്മാർ വിറ്റുകളഞ്ഞു എന്ന് വേദപുസ്തകം പറയുന്നു. അസൂയ മൂത്തിട്ട് യോസെഫിനെ ജാതികളുടെ കയ്യിലേക്ക് വിട്ടുകളഞ്ഞു. അതേ ഡ്രാമ തന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം പലസ്തീൻ നാട്ടിൽ എന്ന് പറയാൻ പറ്റില്ല, കനാൻ നാട്ടിൽ, ഇസ്രായേലിൽ ആവർത്തിച്ചു. സ്തോത്രം. അസൂയ മൂത്തിട്ട് ജാതികളിലേക്ക് യേശു കർത്താവിനെയും വിറ്റുകളഞ്ഞു. സ്തോത്രം. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയട്ടെ, യോസെഫിൽ ഒരു സുവിശേഷം നിങ്ങൾക്ക് കാണുവാൻ ഗുണം കഴിയും. സ്തോത്രം. അതെ, യോസെഫിനെ ജാതികളുടെ കയ്യിലേക്ക് വിറ്റുകളയുവാൻ അവിടെ ഒരു യഹൂദ എന്ന് പറയുന്നവനാണ് മുൻകൈ എടുത്തത്. എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യഹൂദ. ഒരിക്കൽ കൂടെ വീട്ടിൽ പറയുന്ന പോലെ പറഞ്ഞേ, യഹൂദയാണ് യോസെഫിനെ ജാതികളുടെ കയ്യിൽ വിറ്റുകളവാൻ വേണ്ടി മുൻകൈ എടുത്തത്. ഇംഗ്ലീഷിലും സ്തോത്രം എബ്രായ പദങ്ങളിലും ഒക്കെ നിങ്ങൾ വായിക്കുമ്പോൾ യഹൂദ എന്ന പദം യൂദ എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ, യഹൂദ എന്ന് പറയുന്നവൻ യൂദ എന്ന സെയിം പദമാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അർത്ഥം സ്തോത്രം. അതെ, യോസെഫ് പറയും എനിക്കൊരു യൂദയുണ്ടായിരുന്നു, യേശു പറയും എനിക്കൊരു യൂദയുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഷാജിപ്പാസിനും ഒരു യൂദയുണ്ടാകാൻ സാധ്യതയുണ്ട്. കൈയുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അതെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഏതൊക്കെ യൂദമാരുണ്ടായിരിക്കും. നിന്റെ
സ്തോത്രം, നിന്റെ ഹൃദയം അതിലേക്ക് അറ്റൻറ്റീവായിട്ട് ശ്രദ്ധ തിരിച്ചിട്ട് കാര്യമില്ല. നിന്റെ വിളിയുടെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ആ യൂദ. ഒരിക്കൽ കൂടെ നിന്റെ വിളിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നിന്റെ പെട്ടിയാകുന്ന ആ വിളിയിൽ നീ ദൈവം പാക്ക് ചെയ്ത് കയറ്റിയപ്പോ, നിന്റെ ഷേവിംഗ് കിറ്റ് വെച്ചതുപോലെ, നിന്റെ ആ ഡ്രസ്സ് വെച്ചതുപോലെ, നിന്റെ വിളിയാകുന്ന ആ പാക്കേജിൽ ദൈവം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ യൂദ. അവനെ ഡിസ്മിസ് ചെയ്യല്, അവനെ സസ്പെൻഡ് ചെയ്യല്, അവനെ നീ കൈകാര്യം ചെയ്യല്. കാരണം യുദ്ധം നിന്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാത്രേ. Come on, talk to me. Hallelujah. Yes. Hallelujah. കാരണം ആ യൂദ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് കാണിച്ചു കൊടുക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ആ യൂദ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അറസ്റ്റ് ചെയ്യപ്പെടാൻ പറ്റത്തുള്ളൂ. ആ യൂദ ഉണ്ടെങ്കിൽ മാത്രമേ ദേവദാസിനെ ക്രൂശിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ ഉയർക്കാൻ കഴിയത്തുള്ളൂ. ഉയർത്താൽ മാത്രമേ സകല നാമത്തിന് മേലെയ നല്ലൊരു പ്രൊമോഷൻ പ്രാപിപ്പാൻ തക്ക കഴിയത്തുള്ളൂ. അത് തിന്മയ്ക്കല്ല, അത് നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കാണ്. Hallelujah. അതുകൊണ്ട് നീ പഞ്ചായത്ത് പ്രോപ്പർട്ടി അല്ല, സർവശക്തനായ പ്രോപ്പർട്ടിയാണ്. ഒരു യഹൂദയാണ്, സ്തോത്രം, അതെ, യേശു കർത്താവിനെ ഒറ്റുകൊടുത്തത്. ഒരു യൂദയാണ് ജാതികളകയിലേക്ക് യോസഫിനെ ഇട്ടുകൊടുത്തത്. നിന്റെ നിന്നയെ യേശു ഏറ്റെടുത്തു. സഹോദരന്മാരുടെ ഒരു വിഷയത്തിലും നിന്റെ തല കുനിയാതിരിക്കേണ്ടതിന്, നിന്നെ തുറച്ചു നോക്കുന്നതിന് മുൻപിൽ നീ ചോദ്യചിഹ്നം പോലെ വളയാതെ ആശ്ചര്യചിഹ്നം പോലെ തല ഉയർത്തി നിൽക്കുവാൻ നിന്റെ നിന്നയെ യേശു കർത്താവ് ക്രൂശിന്മേൽ ഏറ്റെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകൃപയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ വെണ്ണിക്കുളത്ത് നിന്ദിക്കപ്പെടത്തില്ല. ആരോ മല്ലപ്പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. മല്ലപ്പള്ളിയിൽ നീ നിന്ദിക്കപ്പെടത്തില്ല. ഏത് ദേശത്താണോ നീ വന്നിരിക്കുന്നത്, അവിടെ നടുവിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ നാമത്തിൽ ചുറ്റുമുള്ള ശത്രുക്കളെ മുൻപിൽ നിന്റെ തല ഉയർത്തി ദൈവം നല്ലവനെന്ന് നീ വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നു. നീ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. നിന്റെ സീസൺ മാറുകയാണ്. യോസെഫിന് അത് തന്നെ സംഭവിച്ചു. ഷേക്കെമിലുള്ള ആ പൊട്ടക്കിണറിൻ്റെ അരികിൽ, ഷേക്കെമിനരികിലുള്ള പൊട്ടക്കിണറിനരികിൽ അവൻ്റെ പല നിറത്തിലുള്ളതായ അങ്കിയെ അവർ വലിച്ചെടുത്ത് ആ പൊട്ടക്കിണറ്റിൽ അവന് ഇട്ടു. സ്തോത്രം. യോസെഫിൻ്റെ വസ്ത്രത്തെ അവർ പറിച്ചു മാറ്റി. സെയിം തിങ് ക്രൂശിന്മേൽ സംഭവിച്ചു. യേശു കർത്താവിൻ്റെ വസ്ത്രത്തെ മാറ്റി. സ്തോത്രം എന്ന് തിരുവചനം പറയുന്നു. അതെ, യോസെഫിൽ ഒരു സുവിശേഷമുണ്ട്. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, പിന്നത്തേതിൽ ഷേക്കെമിൽ നിന്ന് ആ കള്ളസാക്ഷികളാകുന്ന സഹോദരന്മാർ അപ്പൻ്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോൾ ആ വസ്ത്രത്തെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ ആ മോൻ മരിച്ചുപോയി, നിന്റെ ആ മകൻ മരിച്ചുപോയി എന്ന് വസ്ത്രം കാണിച്ചിട്ട് പറഞ്ഞു യോസെഫ് മരിച്ചുപോയി. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ അരിമത്തിയിലെ യോസെഫിന്റെ കല്ലറയിലിരുന്ന രണ്ട് ദൂതന്മാർ ആ ചിതറിക്കിടന്ന വസ്ത്രത്തെ കാണിച്ചിട്ട് ദൂതന്മാർ പറഞ്ഞു, he is not here, he has risen from the dead. അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്തോത്രം യോസെഫിനെ നോക്കിയിട്ട് യോസെഫിന്റെ വസ്ത്രം കാണിച്ചിട്ട് അവൻ ചത്തുപോയി എന്ന് പറഞ്ഞെങ്കിൽ, അതേ, യേശുവിന്റെ വസ്ത്രം കാണിച്ചിട്ട്, മനുഷ്യനല്ല, ലോക്കൽ ന്യൂസ് പേപ്പർ അല്ല, ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവ് ക്രൂശിന്മേൽ ഉയർത്തപ്പെട്ടപ്പോൾ രണ്ട് കള്ളന്മാർ ഇടതും വലതും ഉണ്ടായിരുന്നു. അർത്ഥം എന്താണ്? യോസെഫ് ജയിലിലേക്ക് വീഴ്ത്തപ്പെട്ടപ്പോൾ രണ്ട് അതേ കുറ്റവാളികൾ യോസെഫിനോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, ഒരിക്കൽ കൂടി പറയാം. യോസെഫ് കുറ്റവാളിയായി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ രണ്ട് കുറ്റവാളികൾ യോസെഫിനോട് കൂടെ ജയിലിൽ ഉണ്ടായിരുന്നു. അപ്പക്കാരുടെ പ്രമാണി പാസ്റ്റർ സ്തോത്രം തകർക്കപ്പെട്ടു. പക്ഷേ വീഞ്ഞിനെ റെപ്രസെന്റ് ചെയ്യുന്ന പാനപാത്ര വാഹകൻ ഉയർത്തപ്പെട്ടു. ഞാൻ ഒരു നിമിഷം ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം ആകുന്നവന്റെ ശരീരം തകർക്കപ്പെട്ടു. ആർക്കെങ്കിലും ആമേൻ പറയാൻ തോന്നുന്നു? നീ തകർന്നു പോകാതിരിപ്പാൻ നിന്റെ തകർച്ച യേശു ഏറ്റെടുത്തു. കൊടുങ്കാറ്റുകളും പെരുങ്കാറ്റുകളും അറിഞ്ഞ വിഷയങ്ങളും അറിയാത്ത വിഷയങ്ങൾ നിനക്ക് വന്നാലും ഗ്യാരണ്ടിയായി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നീ തകർന്നു പോകത്തില്ല. നസ്രയത്തിലെ കർത്താവ് നിന്നെ പണിയുന്നു. യേശു നിന്നെ പണിയുന്നു.
അപ്പക്കാരന്റെ പ്രമാണി ശിക്ഷിക്കപ്പെട്ടു. പക്ഷെ പാനപാത്രവാഹകന് സ്തോത്രം പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. അതേ, അവന്റെ ശരീരം തകർക്കപ്പെട്ടു. പക്ഷെ യേശുവിന്റെ രക്തം അത് സ്തോത്രം വേസ്റ്റ് ആയില്ല. അധികം സ്വർഗസ്ഥലങ്ങളിൽ നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി സംസാരിക്കുന്നത് MP അല്ല, MLA അല്ല, ഏതോ അഡ്വക്കേറ്റ് അല്ല. നിനക്ക് സംസാരിപ്പാൻ കഴിയാത്ത ഇടത്ത്, നിനക്ക് വേണ്ടി ഒരു മനുഷ്യനും സംസാരിപ്പാൻ കഴിയാത്ത ഇടത്ത് സൗജന്യമായി the blood which is speaking better things than that of the blood of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ രക്തം, come on, ശബ്ദം ഉയർത്തി, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായ രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുന്നു. ഹല്ലേലൂയ. അപ്പക്കാരന്റെ പ്രമാണി തകർക്കപ്പെട്ടു. പക്ഷേ സ്തോത്രം അത് ശിക്ഷിക്കപ്പെട്ടു. പാനപാത്രവാഹകൻ ഉയർത്തപ്പെട്ടു. എക്സാക്ട്ലി അതേ കാര്യം തന്നെ ക്രൂശിൽ വെളിപ്പെടുകയാണ്. അതേ കുറ്റവാളി യേശു കർത്താവിനെ നിന്ദിച്ചു. എന്നാൽ മറ്റവൻ യേശുവിന്റെ വായിൽ വഞ്ചന ഇല്ലാതിരുന്നപ്പോൾ, ക്രൂശിൽ കിടന്നപ്പോഴും അവൻ സ്തോത്രം ദൈവത്തിന്റെ വചനം അന്വർത്ഥമായി അവൻ നിവർത്തിച്ചത് കൊണ്ട് മറ്റുള്ളവർ ക്രൂശിൽ കിടക്കുന്നത് പോലെയല്ല അവൻ ക്രൂശിൽ കിടക്കുന്നത്. അവന്റെ കരിസ്മയല്ല കള്ളനെ ആകർഷിച്ചത്. ക്രൂശിലെ കള്ളനെ ആകർഷിച്ച യേശുവിന്റെ പ്രൊഫസിയല്ല, യേശുവിന്റെ രോഗശാന്തിയല്ല. ആ വേദനയുടെ നടുവിലും അവൻ ആ വേദനയുടെ നടുവിലും അവൻ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ സമർപ്പണം. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാം അനുകൂലമായിരിക്കുമോ? നല്ല വർഷിപ്പ് ലീഡറുള്ളപ്പോൾ, നല്ല കീബോർഡിസ്റ്റ് ഉള്ളപ്പോൾ, നല്ല ഉണർവ് പ്രാസിംഗന്മാരുള്ളപ്പോൾ കൈയടിക്കുന്നത് പേരല്ല ക്രിസ്തീയ ജീവിതം. അതിന്റെ പേരല്ല ഉണർവ്. നിന്റെ ജീവിതത്തിൽ പെരുവെള്ളം പൊങ്ങുമ്പോൾ നീ എങ്ങനെ ആരാധിക്കുക? നിന്റെ ജീവിതത്തിൽ ഫയറി ഫർണസ്, ഏറ്റവും വലിയ തീ ചൂള വരുമ്പോൾ, നീ ഒറ്റപ്പെടുമ്പോൾ നീ അപ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കും? അപ്പോൾ എങ്ങനെ ദൈവത്തിന് വേണ്ടി നിൽക്കുക? സോ ക്രൂശിൽ കിടക്കുമ്പോഴും യേശുവിന് വേറൊരു പ്രോഗ്രാം ഇല്ല, അജണ്ട ഇല്ല. സ്തോത്രം. അതേ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ തന്നെ താൻ സമർപ്പിച്ചപ്പോൾ സ്തോത്രം. അതേ അവന് മനസ്സിലായി, അവൻ സാധാരണക്കാരനല്ല, ഇവൻ രാജാവാണ്. യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഈ എന്നെ ഓർത്തുകൊള്ളണമേ. യേശുവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. യേശു കർത്താവ് എന്താ പറഞ്ഞത്? Today he shall be with me in paradise. ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കുക. ശബ്ദം ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, ഇന്ന്. കേട്ടില്ല? ഒരിക്കൽ കൂടെ. അനുഗ്രഹം ഇന്നാണ്, വിടുതൽ ഇന്നാണ്. ആ മെഡിക്കൽ റിപ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നത് ഇന്നാണ്. ആ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യപ്പെടുന്നത് ഇന്നാണ്. ആ ക്യാൻസർ അവസാനത്തെ വേര് വരെ നിന്റെ ശരീരത്തിൽ നിന്ന് ഇന്ന് പകൽക്കാലം ഇളകി മാറുന്നത് ഇന്നാണ്. ഫ്രണ്ട് റോ മുതൽ ലാസ്റ്റ് റോ വരെ യഹോവ റാഫയുടെ സൗഖ്യത്തിന്റെ സാന്നിധ്യം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നു. ശബ്ദം ഉയർത്തി ആരാധിച്ചേ. Come on കുട്ടികളെന്തേ വായു തുറന്ന് ഇന്ന് നീ എന്നോട് കൂടെ പരദീസയിൽ ഇരിക്കും. സ്തോത്രം. പാനപാത്രവാഹകൻ സ്തോത്രം അതേ ഉയർത്തപ്പെട്ടു. ഒരു കള്ളൻ മാത്രം അതേ ക്രൂശിന്മേൽ നിന്ന് ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു. യോസേഫിന്റെ മേൽ ടെംപ്റ്റേഷൻ, പരീക്ഷ കടന്നു വന്നു. എന്ന പുസ്തകം പറയുന്നു, യോസേഫിന്റെ നേരെ പൊത്തിഫറയുടെ ഭവനത്തിൽ വെച്ച് പരീക്ഷ കടന്നു വന്നപ്പോൾ അവൻ പരീക്ഷയെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നു. പരീക്ഷ വരുമ്പോൾ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കരുത്, ഓടുക. പരീക്ഷ വരുമ്പോൾ അവിടെ നിന്ന് ഓടുക. പരീക്ഷ വരുമ്പോൾ അവിടെ നിന്ന് ഓടുക. പൗലോസ് ആവർത്തിച്ചു പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ട് ഓടി. പരീക്ഷ വരുമ്പോൾ അതിനെ വിട്ട് നീ ഓടുന്നെങ്കിൽ നീ താഴ്ചയിലേക്കല്ല ഓടുന്നത്, പകരം നിന്റെ വാഗ്ദത്തത്തിന്റെ നിറവേറലിലേക്കാണ് ദൈവത്തിന്റെ കൃപയാൽ നീ ഓടുന്നത്. പരീക്ഷ വന്നപ്പോൾ യോസേഫ് പരീക്ഷയെ എതിർത്തു നിന്നു. സെയിം തിങ് യേശു കർത്താവിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മരുഭൂമിയിൽ വെച്ച് 40 ദിവസം സാത്താൻ അവനെ പരീക്ഷിച്ചു. സ്തോത്രം. 40 ദിവസം കൊണ്ട് യേശു മരുഭൂമിയെ ജയിച്ചു. ഇസ്രായേൽ 40 വർഷം കൊണ്ട് സ്തോത്രം മരുഭൂമിയിൽ തോറ്റു. 40 വർഷം കൊണ്ട് അവർ മരുഭൂമിയിൽ ചുറ്റി നടന്ന് അവർ 40 വർഷം കൊടുത്തിട്ടും അവർ മരുഭൂമിയിൽ തോറ്റു. എന്നാൽ യേശുവിൻ നാമത്തിൽ വെല്ലുവിളിച്ച് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതം തോൽക്കാനുള്ളതല്ല, പകരം ജയിക്കാനുള്ളതാണ്. ആരൊക്കെയും 40 വർഷം കൊണ്ട് തോറ്റു, പക്ഷെ യേശു പറഞ്ഞില്ല, ഞാൻ 40 ദിവസം കൊണ്ട് ജയിച്ചു. പരീക്ഷയെ കർത്താവ് സ്തോത്രം എതിർത്ത് തോൽപ്പിച്ചു. യോസേഫും പരീക്ഷയെ എതിർത്ത് തോൽപ്പിച്ചു. യോസേഫിനെ സ്തോത്രം തെറ്റായി അതേ സ്തോത്രം ആൾക്കാർ കുറ്റം ആരോപിച്ചു. യേശു കർത്താവിനെയും തെറ്റായി സ്തോത്രം ആൾക്കാർ കുറ്റം ആരോപിച്ചു. പക്ഷെ യേശു പബ്ലിക് ക്വസ്റ്റ്യന് ഉത്തരം പറയാൻ വേണ്ടി പോയില്ല. കർത്താവ് സ്തോത്രം മൗനമായിരുന്നു. ഞാൻ നിങ്ങൾ നോക്കി ഈ പ്രകാരം പറയട്ടെ, സ്തോത്രം സൈലൻസ്, സ്തോത്രം നിശബ്ദത അത് പരാജയമല്ല. നിശബ്ദത അത് പരാജയമല്ല. ഏത് പുസ്തകം പറയുന്നു? സ്തോത്രം. അതെ, യോസേഫ് ജാതികളിൽ നിന്നാണ് തന്റെ സ്തോത്രം ഭാര്യയെ തിരഞ്ഞെടുത്തത്. തന്റെ വധുവിനെ, തന്റെ ഭാര്യ യോസേഫ് തിരഞ്ഞെടുത്തത് ജാതികളിൽ നിന്നാണ്. കേൾക്കണമേ, അബ്രഹാം ജാതികളിൽ നിന്നല്ല തന്റെ മകനാകുന്ന ഇസഹാക്കിന് വധുവിനെ ഭാര്യയെ തിരഞ്ഞെടുത്തത്. ഇസഹാക്കിനെ സ്വന്തം സ്തോത്രം ജനതയിൽ നിന്നാണ് അബ്രഹാം സ്തോത്രം വധുവിനെ തിരഞ്ഞെടുത്തത്. നിങ്ങൾക്ക് അടുത്ത തലമുറ യേശാവിലേക്കും യാക്കോബിലേക്കും നോക്കുമ്പോൾ യേശാവ് ജാതികളെ വിവാഹം കഴിച്ചത്, പിന്നത്തേത് മാതാപിതാക്കൾക്ക് വ്യസനമായി. അതുകൊണ്ട് യാക്കോബ്
അന്യജാതിക്കാരിയെ അല്ല വിവാഹം ചെയ്തത്, സ്വന്തം സ്തോത്രം കുടുംബക്കാരിയായിരുന്നു. സോ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ജാതികളേക്ക് തിരിഞ്ഞില്ല. എന്നാൽ സ്തോത്രം 4ാം തലമുറ യോസെഫ് വന്നപ്പോൾ ജാതികളിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അവൻ വിവാഹം ചെയ്തത്. സുരേഷ് ബാബു, അതെന്താ തെറ്റിയത് എന്ന് ചോദിച്ചാൽ, യേശു കർത്താവിന് ഒരു വധുവുണ്ട്, യേശുവിന് ഒരു മണവാട്ടിയുണ്ട്. അവൻ ജാതിയിൽപ്പെട്ടവരാണ്. യേശുവിന്റെ മണവാട്ടി ജാതിയിൽപ്പെട്ടവരാണ്. കർത്താവിന്റെ മണവാട്ടി കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാണ്. ഹല്ലേലൂയ. യോസേഫ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ രാജ്യങ്ങൾ അവന്റെ മുൻപിൽ മുട്ടുമടക്കി അവനെ വണങ്ങുവാൻ തുടങ്ങി. യേശുവിന് കഴുതപ്പുറത്തല്ല, യേശുവിന് പുൽത്തൊഴുത്തിലല്ല, യേശുവിന് കുരിശിലല്ല, യേശുവിന് യെരൂശലേമിലല്ല, യെരൂശലേമിലെ ആലയത്തിലല്ല, യേശുവിന് കല്ലറയിലല്ല. സഹോദരി സഹോദരന്മാരെ, അവൻ ഉയർത്തെഴുന്നേറ്റു. രാജാധി രാജാവായി, കർത്താധി കർത്താവായി, ദൈവാധി ദൈവമായി, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു കർത്താവ് ജീവിക്കുന്നു. ഇന്ന് പകൽ കൂടോത്രമല്ല ഏറ്റവും വലിയ നാമം, മന്ത്രവാദമല്ല ഏറ്റവും വലിയ നാമം, വെല്ലുവിളികളല്ല ഏറ്റവും വലിയ നാമം, സകല നാമത്തിനും മേലായ നാമമായ യേശുവിന്റെ നാമം അത്രേ വലിയ നാമം. At the name of Jesus every knee shall bow. യേശുവിന്റെ നാമത്തിന് മുൻപാകെ എല്ലാ മുഴങ്കാലുകളും ഈ സർവീസിൽ മടങ്ങി തന്നെയാകും. യോസേഫ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ രാജ്യങ്ങൾ അവന്റെ മുൻപിൽ മുട്ടുമടക്കി. യേശു എന്ന രാജാധി രാജാവിന്റെ മുൻപിൽ സകല രാജ്യങ്ങളാകട്ടെ, കൾച്ചറുകളാകട്ടെ, കളറുകളാകട്ടെ, യുണൈറ്റഡ് നേഷൻ ആകട്ടെ, അത് മുട്ടുമടക്കി തന്നെ ആകേണ്. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. സ്തോത്രം. അതെ, യോസേഫിന്റെ അടുക്കലേക്ക് സഹോദരന്മാർ ഒന്നാമത് കടന്നു വന്നപ്പോൾ, നിങ്ങൾ നോക്കിയേ, എന്റെ വീട്ടിൽ 4 മകൾ ഉണ്ടാക്കും, അവരെല്ലാം എന്നെ പോലെ പ്രസംഗിക്കും. സ്തോത്രം. ഒരിക്കൽ കൂടെ, എന്റെ വീട്ടിൽ 4 മകൾ ഉണ്ടാക്കൂ, അവരെല്ലാവരും എന്നെ പോലെ പ്രസംഗിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിൽ ഒരുങ്ങിക്കോ, എന്നെ പോലെ പ്രസംഗിക്കാൻ വേണ്ടി ഒരുങ്ങിക്കോ. സ്തോത്രം. ഒന്നാമത്തെ വരവെങ്കിൽ യോസേഫിന്റെ അടുക്കൽ സഹോദരന്മാർ വന്നപ്പോൾ സഹോദരന്മാർക്ക് മനസ്സിലായില്ല ഇത് നമ്മുടെ സ്തോത്രം സഹോദരൻ യോസേഫ് എന്ന്. ഫസ്റ്റ് വിസിറ്റിൽ അവർക്ക് മനസ്സിലായില്ല ഇവൻ ഞങ്ങളുടെ സഹോദരൻ യോസേഫ് എന്ന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് ബേത്ലഹേമിന്റെ പുൽത്തൊഴുത്തിൽ പൂജാതനായപ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലായില്ല ഇത് ഞങ്ങളുടെ മെശിഹ എന്ന്. ഒന്നാമത്തിന്റെ വരവെങ്കിൽ മനസ്സിലായില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ സഹോദരന്മാരെ, അവൻ വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വിശ്വസിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു കർത്താവ് വീണ്ടും വരുന്നുണ്ട്. നിങ്ങൾ ഒരുങ്ങിയാലും ശരി, ഇല്ലെങ്കിലും ശരി, യേശു കർത്താവ് വീണ്ടും വരുന്നുണ്ട്. രണ്ടാമത്തെ വരവെങ്കിൽ അതേ സകല യഹൂദന്മാരും തിരിച്ചറിയും ഇവൻ ഞങ്ങളുടെ മെശിഹയാണെന്ന്. വായ്. കാരണം ഒന്നാമത്തെ വരവ് പോലെയല്ല ഇനി അവൻ വരുവാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ വരവെങ്കിൽ അവൻ ശിശുവായി വന്നു. ഒന്നാമത്തെ വരവെങ്കിൽ അവൻ ശിശുവായി വന്നപ്പോൾ അപ്പോൾ തൊഴുത്തിലേക്ക് എല്ലാവരും കുനിഞ്ഞു നോക്കി. എന്നാൽ ഇനി അവൻ രണ്ടാമതായി വരുന്നത് രാജാവായി വരുമ്പോൾ എല്ലാവരും മധ്യാകാശത്തല്ല തല ഉയർത്തി നോക്കുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമതവൻ വന്നത് പാപികൾക്ക് വേണ്ടി വന്നു. എന്നാൽ രണ്ടാമതവൻ വരുന്നത് പാപം കൂടാത്തവർക്ക് വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷനാകുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ വരവെങ്കിൽ അവൻ വന്നത് എനിക്കും നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടി വന്നു. എന്നാൽ രണ്ടാമത്തെ വരവെങ്കിൽ 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ യേശു കർത്താവ് അതേ മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ വരവെങ്കിൽ ക്രൂശിൽ കിടക്കുവാനും അവൻ വന്നു. എന്നാൽ രണ്ടാമത്തെ വരവെങ്കിൽ തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കുവാൻ അവൻ വരുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ വരവെങ്കിൽ അവൻ വന്നപ്പോൾ ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് അവൻ ഇരുന്നു. എന്നാൽ രണ്ടാമത്തെ വരവെങ്കിൽ അവൻ വരുമ്പോൾ ഒരു വെളുത്ത കുതിരപ്പുറത്ത് അവൻ ഇരിപ്പാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ വരവെങ്കിൽ അതേ പത്രോസ് അവനെ തള്ളി പറഞ്ഞു, യൂദാ അവനെ കാണിച്ചു കൊടുത്തു, പീലാത്തോസ് അവനെ ചോദ്യം ചെയ്തു, ഹെരോദാവ് അവനെ കളിയാക്കി. എന്നാൽ ഇനി അവൻ യേശു കർത്താവ് മടങ്ങി വരുമ്പോൾ സകല പ്രധാനമന്ത്രിമാർ, സകല പ്രസിഡന്റുമാർ, സകല നേതാക്കന്മാർ, സകല രാജാക്കന്മാർ, സകല നാമത്തിനും മേലായ ദൈവപുത്രനായ യേശുവിന്റെ മുൻപാകെ മുട്ടുമടക്കുവാൻ വേണ്ടി പോകുന്നു. ഒന്നാമത്തെ വരവെങ്കിൽ യേശു കർത്താവ് വന്നപ്പോൾ അവന്റെ തലയിൽ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വരവെങ്കിൽ യേശു കർത്താവ് കടന്നു വരുമ്പോൾ കിരീടങ്ങൾക്ക് മീതെ കിരീടങ്ങൾ, കിരീടങ്ങൾക്ക് മീതെ കിരീടങ്ങൾ, കിരീടങ്ങൾക്ക് മീതെ കിരീടങ്ങൾ. കാരണം അവൻ രാജാധി രാജാവാണ്, അവൻ കർത്താധി കർത്താവാണ്, അവൻ ദൈവാധി ദൈവമാണ്. ഇനി കരങ്ങളെ അടിച്ച് സന്തോഷമുള്ള പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചാടേ. യോസേഫിൽ സ്തോത്രം. അവന്റെ ജീവിതത്തിൽ, യോസേഫ് എന്ന ദൈവപുരുഷന്റെ ജീവിതത്തിൽ ഒരു സുവിശേഷം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. 4 തൂണുകൾ പോലെ കർത്താവ് ദൈവജനത്തിന് നൽകിയിരിക്കുന്ന 4 സുവിശേഷങ്ങൾക്കായി സ്തോത്രം. എന്നാൽ എഴുതപ്പെട്ട സുവിശേഷമല്ല. ഈ തലമുറയിൽ പാപത്തെ ജയിച്ച്, പാരമ്പര്യത്തെ ജയിച്ച്, സാത്താനെ ജയിച്ച് ഈ സുവിശേഷം തിയറി അല്ല, ഇത് പ്രാക്ടിക്കൽ എന്ന് ഈ തലമുറയിൽ നമുക്ക് തെളിയിക്കാം.
ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ ഉയർത്തി വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല, ഒരിക്കൽ കൂടെ അതേ സുവിശേഷം പ്രസംഗിക്കാനുള്ളതല്ല, സുവിശേഷം ജീവിത മാർഗമല്ല, സുവിശേഷം പ്ലാറ്റ്ഫോമിനുള്ളതല്ല, സുവിശേഷം യൂട്യൂബിനും ഫേസ്ബുക്കിനും സോഷ്യൽ മീഡിയയിൽ ചെത്താനുള്ളതല്ല, സുവിശേഷം പണം സമ്പാദിക്കാനുള്ളതല്ല, സുവിശേഷം ആത്മീയ കച്ചവടത്തിനുള്ളതല്ല, പകരം സുവിശേഷം ജീവിക്കാനുള്ളതത്രേ. Come on, ആരെങ്കിലും ഉണ്ടോ ഈ തലമുറയിൽ? ഹല്ലേലൂയ. സുവിശേഷം ജീവിക്കാനുള്ളതാണ്. സ്തോത്രം. നീയും ഞാനും നടന്നു പോകുമ്പോൾ ജനം പറയട്ടെ, സാത്താൻ വിറച്ചുകൊണ്ട് പറയട്ടെ, ദേ പോകുന്നു ലിവിംഗ് ഗോസ്പൽ, ഇതാ ജീവിക്കുന്ന സുവിശേഷം പോകുന്നു. സുവിശേഷം ജീവിത മാർഗമല്ല, സുവിശേഷം ജീവനെ കൊടുത്ത് ചെയ്യുവാനുള്ളതാണ്. ഒരിക്കൽ കൂടെ, സുവിശേഷ ജീവിത മാർഗമല്ല, ജീവനെ കൊടുത്ത് ചെയ്യുവാനുള്ളതാണ് സുവിശേഷം. യൂദ യേശുവിനെ കൊണ്ട് ജീവിച്ചു ഷാജി പാസ്റ്ററെ, എന്നാൽ പൗലൂസ് എന്ന ദൈവദാസൻ ജീവനെ കൊടുത്ത കർത്താവിനെ സേവിച്ച്. ആ ക്ലബിന് ആരെങ്കിലും ഉണ്ടോ? കമാൻ, ആരും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. യൂദ എന്ത് കിട്ടും, ഇപ്പൊ കിട്ടും, തട്ടിക്കോ, പ്രാപിച്ചോ. യൂദ അതേ യേശുവിനെ കൊണ്ട് ജീവിച്ചപ്പോൾ പൗലൂസ് യേശുവിനെ കൊണ്ടല്ല ജീവിച്ചത്. പൗലൂസും മറ്റപ്പോസ്തലന്മാരും സഭാപിതാക്കന്മാരും യേശുവിന് വേണ്ടി ജീവിച്ചു. ഓ, ഞാൻ നിർത്തട്ടെ, നിങ്ങൾക്ക് എൻ്റെ ഡയലോഗ് മനസ്സിലാക്കുന്നില്ല. യേശുവിനെ കൊണ്ടല്ല, സുവിശേഷം കൊണ്ടല്ല നീ ജീവിക്കേണ്ടത്. നിനക്ക് ഒത്തിരി മെത്രാച്ചന്മാരെ അറിയാമായിരിക്കാം, നിനക്ക് ഒത്തിരി അച്ചാച്ചന്മാരെ അറിയായിരിക്കാം, ഒത്തിരി പ്രീച്ചേഴ്സിനെ അറിയായിരിക്കാം, ഒത്തിരി പ്രസ്ഥാനങ്ങളായിട്ട് നീ കണക്റ്റഡ് ആയിരിക്കാം. പക്ഷേ നീ എത്ര വമ്പരെങ്കിലും കൊമ്പനെങ്കിലും നീ സുവിശേഷം കൊണ്ടല്ല ജീവിക്കേണ്ടത്. നീ സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. യോസഫ് എഴുതിയ സുവിശേഷം, അവൻ്റെ ജീവിതത്തിലെ ഒരു സുവിശേഷമുണ്ട്. അപ്പോൾ യേശു ഉണ്ടെങ്കിൽ മാത്രമേ സീസൺ മാറത്തുള്ളൂ. അല്ലാതെ വടക്കം വടിക്കുന്ന എങ്ങാണ്ട് നടക്കുന്നവരെ സീസൺ മാറുമെന്നല്ല സുരേഷ് ബാബുവിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. വചനത്തിനൊരു കണ്ടീഷനുണ്ട്. നിന്റെ വീട്ടിൽ ഓട്ടോറിക്ഷ വരും, ട്രെയിൻ വരത്തില്ല. നിന്റെ വീട്ടിൽ ഓട്ടോറിക്ഷ വരും, ട്രെയിൻ വരത്തില്ല. ട്രെയിൻ ട്രാക്കിലൂടെ ഓടത്തുള്ളൂ. ഓ കമോൺ, അനുഗ്രഹം ഈ ട്രാക്കിലൂടെ ഓടത്തുള്ളൂ. ആഹാ, അനുഗ്രഹം ഈ ട്രാക്കിലൂടെ ഓടത്തുള്ളൂ. ഇത് കൈയടിപ്പിക്കാനുള്ളതല്ല, ഇത് ജീവിതമാർഗമല്ല, ഇത് പ്രസിദ്ധിക്കും പേരിനുമുള്ളതല്ല, ഇത് ജീവിക്കാനുള്ളതാണ്. നേരെ ജീവിച്ചോ. യേശു ഉണ്ടെങ്കിൽ സ്തോത്രം സീസൺ മാറും. യേശു ഉണ്ടെങ്കിൽ നിന്നെ തകർത്തിടുവാൻ ആർക്കും കഴിയത്തില്ല. കാരണം എൻ്റെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തൊടുന്നു വരെ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു, മതിലില്ലാതെ തുറന്നു കിടന്നാലും നിനക്ക് ചുറ്റും ഞാൻ ഈ മതിലായിരിക്കും. ഓ ഹല്ലേലൂയ. ഇതാ ഞാൻ താങ്ങുന്ന ദാസൻ. എത്ര വാഗ്ദത്തം. സ്തോത്രം. അതെ, യേശു ഉള്ളവർക്ക് കരങ്ങൾ ഉയർത്തി. യേശു ഉള്ളവർ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പലതിലും യേശുവില്ല. ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി സഭകളിൽ യേശുവില്ല, ഇന്നത്തെ പ്രസംഗങ്ങളിൽ യേശുവില്ല. യേശു സ്തോത്രം പുറത്തായി പോയി. വില്യം സൈമൂർ എന്ന ദൈവത്തിന്റെ ദാസൻ ഒരു ദിവസം ഒരു സഭയിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടപ്പോൾ അദ്ദേഹം കർത്താവിനോട്, കർത്താവേ എന്നെ അവർ ഇറക്കി വിട്ടു. അദ്ദേഹം പറഞ്ഞു, പാണ്ഡേ എന്നെ ഇറക്കി വിട്ടു, നിന്നെ ഇപ്പോഴല്ലേ ഇറക്കി വിട്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. നിന്റെ തൊലി നിറം നോക്കി, നിന്റെ പുറം നിന്റെ പലരും പുറം നോക്കുന്നവൻ. ഓ കമാൻ, നിങ്ങൾ അടുത്ത പ്രാവശ്യം എന്നെ വിളിക്കുന്നു തോന്നുന്നില്ല. സ്തോത്രം. അതെ, അവൻ ജഡീകനാണ്. വില്യം സൈമൂർ എന്ന കറുത്ത വർഗ്ഗക്കാരനെ ഇറക്കി വിട്ടപ്പോൾ തമ്പുരാൻ പറഞ്ഞു, സ്തോത്രം, എന്നെ അവർ ഇറക്കി വിട്ടു. ഇന്ന് പല പ്ലാറ്റ്ഫോമുകളിൽ യേശുവില്ല. പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കും, പേരുണ്ടായിരിക്കും, സ്ഥാനമുണ്ടായിരിക്കും. അതേ സ്തോത്രം, മാനത്തിന് വേണ്ടി പൊരുതുന്നുണ്ടായിരിക്കും, പൊസിഷന് വേണ്ടി പൊരുതുമായിരിക്കും. എന്നാൽ സഹോദരി സഹോദരന്മാർ, ഇന്ന് എത്ര ദിവസം 13ാമത്തെ ദിവസം. പൊസിഷൻ അല്ല നമ്മൾ തേടുന്നത്, അവന്റെ പ്രസൻസ് തേടിയാണ്. പൊസിഷൻ അല്ല, പ്രസൻസ് തേടിയാട്ടെ. ഞാൻ തെളിയിക്കാം. പ്രസൻസിൽ ഒരു പൊസിഷൻ ഉണ്ട്. മീനിങ്, അർത്ഥം. സ്തോത്രം. ശൗൽ തേടിയത് പൊസിഷൻ ആയിരുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരും പറയുന്നില്ല. ശൗൽ തേടിയത് പൊസിഷൻ ആയിരുന്നു. ദാവീദ് തേടിയത് പ്രസൻസ് ആയിരുന്നു. ദാവീദ് തേടിയത് പ്രസൻസ് ആയിരുന്നു. മെശിഹ വരുമ്പോൾ വന്നിരിക്കുന്നത് വലിയ കട്ടിയും കനവുമുള്ള സ്വർണം വെച്ചിരിക്കുന്ന ശലോമോന്റെ സിംഹാസനത്തിലല്ല, സീനിയോറിറ്റിയുള്ള ശൗലിന്റെ സിംഹാസനത്തിലല്ല, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദിന്റെ സിംഹാസനത്തിൽ മെശിഹ വന്ന് ഇരിപ്പാൻ വേണ്ടി പോകുന്നു. ഓ ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷാരോൺ ഉൾപ്പെടെ എല്ലാ യുവ സഹോദരി സഹോദരന്മാർ ഇന്ന് പകൽ കേൾക്കണം. നിന്റെ പൊസിഷനെ പ്രസൻസ് കൊണ്ട് ദൈവം പെർമനന്റ് ആക്കുന്നു.
ഒരിക്കൽ കൂടെ നിന്റെ പൊസിഷനെ ദൈവം നിനക്ക് തന്നിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പ്രസൻസ് കൊണ്ട്, പൊളിറ്റിക്സ് കൊണ്ടല്ല, സെൻട്രൽ ടാമൂർ കേൾക്കണം, പൊളിറ്റിക്സ് കൊണ്ടല്ല, കുതികാൽ വെട്ട് കൊണ്ടല്ല, മഞ്ഞപ്പത്രം കൊണ്ടല്ല, അതേ സഭാരാഷ്ട്രീയം കൊണ്ടല്ല, പ്രസൻസ് കൊണ്ട് ദൈവം നിനക്ക് തന്നിട്ടുള്ള പൊസിഷനെ സെക്യൂർ ചെയ്യുന്നവനാണ് ദൈവം. അതുകൊണ്ട് യേശു ജീവിതത്തിന്റെ സൈഡിലല്ല, യേശു ശുശ്രൂഷയുടെ സൈഡിലല്ല, യേശു സഭയുടെ സൈഡിലല്ല, യേശു ടീം മിനിസ്ട്രിയുടെ സൈഡിലല്ല, യേശു സെൻട്രലാണ്. ഇന്ന് സെൻട്രൽ വേറെ ഏതവനോ വേറെ എന്തൊക്കെയോ കയറിപ്പോയി, ഇറക്കിവിട. യേശു സെൻട്രലിൽ ഇരിക്കട്ടെ. പിതാവിനും പുത്രത്തിനും മധ്യത്തിലാ ക്രിസ്തു. രണ്ട് ടെസ്റ്റ്മെന്റുകൾ, രണ്ട് നിയമങ്ങൾ, പഴയ നിയമം പുതിയ നിയമത്തിന്റെ മധ്യത്തിലാ ക്രിസ്തു. അമ്മയ്ക്കും അപ്പനും മധ്യത്തിലാ ക്രിസ്തു എന്ന ഇടയന്മാർ കണ്ടത്. പരീശന്മാരുടെ മധ്യത്തിലാ ക്രിസ്തു, പുരുഷാരത്തിന്റെ മധ്യത്തിലാ ക്രിസ്തു. മനസ്സിലാകുന്നോ? 3 പ്രസംഗം ഒരുമിച്ച് പറയുന്നത്. സ്തോത്രം. അതെ, സൂക്ഷിച്ചെഴുതിയെടുക്കണം, ഇല്ലെങ്കിൽ മാറിപ്പോകും. സ്തോത്രം. അപ്പൊ നോക്കാം, പുരുഷാരത്തിന്റെ നടുവിലാ ക്രിസ്തു, ശിഷ്യന്മാരുടെ നടുവിലാ ക്രിസ്തു, ക്രൂശിന്റെ മധ്യത്തിലാ ക്രിസ്തു. ഭൂമിയുടെ മധ്യസ്ഥലത്തോ എനിക്കും നിനക്കും വേണ്ടി തിരുവചന പ്രകാരം അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. ലോകത്തിന്റെ മധ്യസ്ഥലത്ത് അവൻ ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരുടെ മധ്യത്തിൽ നിന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. മധ്യാകാശത്തിൽ എടുത്തുകൊള്ളപ്പെട്ടു, മധ്യാകാശത്തിൽ മടങ്ങി വരുവാൻ പോകുന്നു. 93-ാമത്തെ വയസ്സിൽ യോഹന്നാൻ കാണുമ്പോഴും നിലവിളക്കളുടെ മധ്യത്തിലാ ക്രിസ്തു. ഏറ്റെടുക്ക. ജീവിതത്തിന്റെ മധ്യത്തിലാകണം ക്രിസ്തു, ശുശ്രൂഷയുടെ മധ്യത്തിലാകണം ക്രിസ്തു. യേശു സൈഡിലായിട്ടുള്ള എല്ലാ പിന്മാറ്റക്കാരും മടങ്ങി വന്നാട്ടെ, എന്റെ സീസൺ മാറുവാൻ. പഴയ പ്രാർത്ഥനയിലേക്ക്, പഴയ ആരാധനയിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. മധ്യത്തിലാണ് ക്രിസ്തു. ശുശ്രൂഷയല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, പ്ലാറ്റ്ഫോമല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അവസരമല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അമേരിക്ക അല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഏതോ കോൺഫറൻസ് അല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്, ഏതോ പേരും പ്രശസ്തി അല്ല എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. എന്നെ എക്സൈറ്റഡ് ആക്കാൻ ഒരുത്തനെ കഴിയത്തുള്ളൂ, ഒരാളിനെ കഴിയത്തുള്ളൂ. Come on, talk to me. എന്നെ എക്സൈറ്റഡ് ആക്കാൻ ഒരാളിനെ കഴിയത്തുള്ളൂ. എന്നെ തൃപ്തനാക്കാൻ ഒരാളിനെ കഴിയത്തുള്ളൂ. യെസ്, അവൻ ഇന്ന് ഈ ഹാളിൽ വന്നിട്ടുണ്ട്. ശുശ്രൂഷയല്ല വലുത്, പേരല്ല വലുത്, കഴിഞ്ഞ 34 വർഷത്തെ പരിചയമല്ല വലുത്, പകരം യേശുവാണ് വലിയവൻ. അപ്പോഴാണ് നിന്റെ സീസൺ മാറുന്നത്. ചുറ്റുമിരിക്കുന്ന 4 പേരെ തൊട്ട് മൂത്തോക്കി ഷൗട്ട് ചെയ്ത് പ്രവചിച്ച് പറഞ്ഞാട്ടെ, നിങ്ങളുടെ സീസൺ മാറും. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങളുടെ സീസൺ മാറും, നിങ്ങളുടെ സീസൺ മാറും, നിങ്ങളുടെ സീസൺ മാറും. ഇതുവരെ പറഞ്ഞ കണ്ടീഷനാണ്. എല്ലാ അനുഗ്രഹങ്ങൾക്കും കണ്ടീഷനുണ്ട്. കൈതട്ടിയല്ല അനുഗ്രഹം ഇറക്കുന്നത്, കൈതട്ടിയല്ല അനുഗ്രഹം ഇറക്കുന്നത്, ശബ്ദമിട്ടല്ല അനുഗ്രഹം ഇറക്കുന്നത്. കൈ തട്ടണം. കൈ തട്ടാതിരിക്കുന്ന എല്ലാവരെയും ഈ പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി ഞാൻ ഇന്ന് പകൽ കൈ തട്ടിപ്പിക്കും. പക്ഷെ കൈ തട്ടിയല്ല അനുഗ്രഹം, പുസ്തകമനുസരിച്ച് നേരെ ചൊവ്വേ ജീവിച്ചാണ് അനുഗ്രഹം. സീസൺ മാറും, സീസൺ മാറും. യോസെഫിന്റെ ലൈഫിലേക്ക് വീണ്ടും നോക്കുമ്പോൾ ദാറ്റ് ഷാഡോ നമുക്ക് ഉദാഹരണത്തിനായി എഴുതിയിരിക്കുന്നു. യോസെഫിന്റെ വസ്ത്രം മാറുന്നതനുസരിച്ച് അവന്റെ സീസൺ മാറിക്കൊണ്ടിരുന്നു എന്ന് തിരുവചനം പറയുന്നു. യോസെഫിന്റെ വസ്ത്രം മാറുന്നതനുസരിച്ച് അവന്റെ സീസൺ മാറിക്കൊണ്ടിരുന്നു. ഒരിക്കൽ കൂടെ മക്കളെല്ലാവരും കേൾക്കണം. സ്തോത്രം. യോസെഫിന്റെ വസ്ത്രം മാറുന്നതനുസരിച്ച് അവന്റെ സീസൺ മാറിക്കൊണ്ടിരുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്, സ്കൂളിൽ എല്ലാ കൊച്ചുകുട്ടന്മാരും വന്നിട്ടുണ്ട്. യോസെഫിന്റെ വസ്ത്രം, സ്തോത്രം, എത്രയെന്ന് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ടെസ്റ്റ് പേപ്പർ ഇടും. ഇപ്പോൾ കാണാതെ പിടിച്ചോളാം. സ്തോത്രം. നോക്ക്, യോസെഫിന്റെ 1-ാമത്തെ വസ്ത്രം. യോസെഫിന്റെ വസ്ത്രം മാറുന്നതനുസരിച്ച് സീസൺ മാറുന്നെങ്കിൽ അവന്റെ 1-ാമത്തെ വസ്ത്രം വീട്ടിലെ വസ്ത്രം. ഓ കമോൺ, വീട്ടിലെ വസ്ത്രം. ശബ്ദമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, 1-ാമത്തെ വസ്ത്രം. എവിടത്തെ വസ്ത്രം? വീട്ടിലെ വസ്ത്രം. അത് തുണി അഴിക്കുന്ന ഒരു സംസ്കാരമില്ലാത്ത വീടല്ല, അത് തുണി ഉടുപ്പിക്കുന്ന ഒരു വീടായിരുന്നു.
കാരണം അത് ദൈവത്തിന്റെ പ്രമാണമാണ്. ആദാം പാപം ചെയ്തപ്പോൾ അവന്റെ വസ്ത്രം പോയി. കാട്ടത്തി കൊണ്ട് കാര്യം നടക്കത്തില്ല. നിന്റെ കാട്ടത്തി കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല കുട്ടി. കാരണം വെയിലടിക്കുമ്പോൾ ഈ കാട്ടത്തി ചുരുണ്ടു പോകും, കാറ്റടിക്കുമ്പോൾ ഈ കാട്ടത്തി ഇല ഇളകി മാറിപ്പോകും. എന്നാൽ ദൈവം പരിഹാരം വരുത്തിയാലേ അത് താൽക്കാലികമല്ല, അത് പെർമനന്റ് ആയിരിക്കും. ഒരു ദൂത് പറയട്ടെ, നീറുന്ന വിഷയങ്ങൾ ഇരിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. അതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഈ ജൂലൈ 31 സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുകയാണ്. താൽക്കാലിക ശാന്തിയുടെ പരിപാടിയല്ല ഞാൻ പറഞ്ഞത്. നിന്റെ മുൻപിൽ, നിന്റെ വീട്ടിൽ വിഷവൃക്ഷം പോലെ വളർന്നു നിൽക്കുന്ന ചിലതിന്റെ കൊമ്പിനെ അല്ല ദൈവം മുറിച്ചു മാറ്റുന്നത്. അതിന്റെ അവസാനത്തെ വേരിനെ പിഴുതെടുത്ത് അതിനെ അറബിക്കടലിലിട്ട് അതിനെ ദൈവം അപ്രത്യക്ഷമാക്കാൻ പോകുന്നു. ദൈവം ഒരു മൃഗത്തെ, എബ്രായ ബൈബിൾ പറയുന്നു, ഒരു ആടിനെ കൊന്ന് ഒരു വസ്ത്രത്തെ ഉണ്ടാക്കി ആദാമിനെയും ഹൗവയും സ്തോത്രം ഉടുപ്പിച്ച് ദൈവം പുറത്താക്കി. ദൈവം തുണി അഴിപ്പിക്കുന്നവനല്ല, ആദാമിനെയും ഹൗവയും വസ്ത്രം ഉടുപ്പിച്ച ദൈവം വസ്ത്രം ഉടുപ്പിക്കുന്നവനാണ്. ആ സംസ്കാരമായിരുന്നു അബ്രഹാമിന്റെ വീട്ടിലുള്ളത്. ഇസ്ഹാക്ക് എന്ന അപ്പച്ചനെ കണ്ണ് മങ്ങിയിരുന്നപ്പോൾ, മക്കളെ യേശാവേ, നിന്റെ വസ്ത്രത്തിന്റെ നീളം കുറച്ചേച്ച് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാന്നല്ല പറഞ്ഞത്, വിശേഷ വസ്ത്രം ഉടുത്തിട്ട് വാ. നേരെ ചൊവ്വേ ഡ്രസ് ചെയ്ത ചർച്ചിൽ വരുന്നവനെ കണ്ടാൽ അറിയാം അവൻ ഏതാണ്ട് എക്സ്ട്രാ ഓർഡിനറി ചുമക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ. അപ്പച്ചൻ യേശുവ പറഞ്ഞത്, നിന്റെ സ്പെഷ്യൽ ക്ലോത്ത് അതെ ധരിച്ചിട്ട് വന്നാട്ടെ, കാരണം ഞാൻ നിനക്കൊരു സ്പെഷ്യൽ ബ്ലെസ്സിങ് നിന്റെ മേലെ എനിക്ക് റിലീസ് ചെയ്യാനുണ്ട്. അതാണ് ആ വീടിന്റെ പ്രത്യേകത. ഈ യോസെഫിന്റെ സഹോദരന്മാർ അവന്റെ വീട്ടിലെ വസ്ത്രം, നൈറ്റ് ഡ്രസ്, വീട്ടിലെ വസ്ത്രം അല്ലെങ്കിൽ വീട്ടിലെ കോട്ട്, വീട്ടിലെ വസ്ത്രം മാറ്റി വ്യഭിചാരം ചെയ്ത് അവന്റെ കിടക്കയെ മലിനമാക്കിയപ്പോൾ, ആ മാലിന്യമുള്ള കിടക്കക്കരികിൽ, നാറ്റ കിടക്കക്കരികിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് എലോഹിം, എൽ ഷഡായ്, എൽ എലിയോൻ മാറി ഒരു ജൂനിയറിൻ്റെ കിടക്കക്കരികിൽ നിന്ന്. കാരണം അവൻ വസ്ത്രം മാറാതെ അവൻ്റെ കിടക്കയെ വിശുദ്ധിയിൽ സൂക്ഷിച്ചത് കൊണ്ട് ആ ചെറുക്കൻ ഉറങ്ങിക്കിടന്നപ്പോൾ ദൈവം അവനൊരു സ്വപ്നം കൊടുത്തു. ആരോ എന്നോട് ഇപ്രകാരം ഒരു കുട്ടി ചോദിച്ചു, ഒരു യൂത്ത് ക്യാമ്പിന്, അങ്ങളെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നം കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ തിരുവനന്തപുരം ബുദ്ധിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മക്കളെ, ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ഇരുന്നാൽ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ കൂടെ ദൈവം ഇരിക്കും. നീ ഉണർന്നിരിക്കുമ്പോൾ നീ ദൈവത്തോട് കൂടെ ഇരുന്നാൽ, നീ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നങ്ങളുമായി ഇന്ന് രാത്രി, ഇന്ന് പകൽ അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഈ ആത്മമണ്ഡലത്തിൽ സ്വപ്നങ്ങൾ ഇന്ന് പകൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവ് നിന്റെ അരികിൽ ഇറങ്ങി നിൽക്കും. ഒന്നാമത്തെ വസ്ത്രം, വീട്ടിലെ വസ്ത്രം. എല്ലാ ഭാവി പ്രീച്ചേഴ്സും എല്ലാ ഭാവി വില്യങ്കേരികളും റെയ്നാർഡ് ബോങ്കെമാരും എന്നെ ശ്രദ്ധിച്ചു പറ. ഒന്നാമത്തെ വസ്ത്രം ഏതാണ്? യോസെഫിന്റെ ഒന്നാമത്തെ വസ്ത്രം. പറമക്കളെ, വീട്ടിലെ വസ്ത്രം. പറഞ്ഞാട്ടെ, പറയടാ, ശബ്ദം ഉയർത്തി പറ. വീട്ടിലെ വസ്ത്രം. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. റെഡി, 1 2 3. വീട്ടിലെ വസ്ത്രം. ആ വീട്ടിലെ വസ്ത്രത്തിൽ അവൻ വിശുദ്ധിയോടെ ജീവിച്ചപ്പോഴേക്കും ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ്, കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം, 17 വയസ്സ് പ്രായമുള്ള ഒരു ചെറുക്കൻ വന്നിട്ട് പറഞ്ഞു, പാപ്പ ഗുഡ് മോർണിംഗ്, ഇന്നലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. റിയലി? നിനക്ക് സ്വപ്നം ഉണ്ടായോ? എൻ്റെ വലിയപ്പച്ചൻ അബ്രഹാം കൂടാരത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് സ്വപ്നം ഉണ്ടായെന്ന്. എൻ്റെ അപ്പന് ഒരു സ്വപ്നമാണ് ഗോർച്ചൻ ദേശത്തിൽ പാർക്കാൻ പിടിച്ചു നിർത്തിയ ബഥേലിൽ ഞാൻ ആ പാറയിൽ തലവച്ചപ്പോൾ, വാട്സപ്പിലല്ല ഫേസ്ബുക്കിലല്ല, പാറയിൽ ഞാൻ തലവച്ചപ്പോൾ സ്വർഗം തുറന്ന് ഒരു ഗോവിണി വന്നിറങ്ങി. സ്വർഗത്തെ തുറക്കുന്ന പാസ്വേഡ് ആയിരുന്നു. എൻ്റെ തല വല്ലവളുടെ മടിയിലല്ല വെക്കേണ്ടത്, എൻ്റെ തല പാറയിലാണ് വെക്കേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചത് അടുത്ത തലമുറയ്ക്കൊന്നും സ്വപ്നം ഇല്ലെന്ന്. പക്ഷേ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീട്ടിൽ നീ അറിയാത്ത ഒരു സുവിശേഷകനുണ്ട്. ആർക്കും വേണ്ടേ? നിന്റെ വീട്ടിൽ നീ അറിയാത്ത ഒരു മിഷണറി ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ മൈക്കം താഴെ വെച്ചിട്ട് ഈ ഹാളിൻ്റെ ചില കോണുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിലതിൻ്റെ തലയ്ക്ക് പിടിച്ച് ഇങ്ങനെ പ്രവചിക്കാൻ എനിക്ക് തോന്നുന്നു. നിന്റെ വീട് ഒരു മിഷണറി വീടാണ്. നിന്റെ വീട് ഒരു മിഷണറി വീടാണ്. നിന്റെ വീട് ഒരു മിഷണറി വീടാണ്. നിന്റെ തലമുറ നീ കണ്ടിട്ടില്ലാത്ത ശുശ്രൂഷ ചെയ്യുവാൻ പോകുകയാണ്. രാജ്യങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. 17 വയസ്സ് പ്രായമുള്ള ചെറുക്കൻ സ്തോത്രം. പാപ്പ
ലാസ്റ്റ് നൈറ്റ് ഐ ഹാഡ് എ ഡ്രീം. ഇന്നലെ എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അപ്പം ഉടനെ അവനൊരു വിശേഷ വസ്ത്രം തയ്പ്പിച്ചു കൊടുത്തു. എല്ലാവരും പറഞ്ഞാട്ടെ, വിശേഷ വസ്ത്രം. പറ മക്കളെ, ഒരിക്കൽ കൂടെ നന്നായിട്ട് വോളിയം കൂട്ടി. യെസ്, ഒന്നാമത് വീട്ടിലെ വസ്ത്രം, രണ്ടാമത്തേത് വിശേഷ വസ്ത്രം. വീട്ടിലെ വസ്ത്രത്തിന് ഒരു സീസൺ ആണെങ്കിൽ ശരം കേൾക്കണം, വിശേഷ വസ്ത്രം ലഭിച്ചപ്പോൾ അവന്റെ സീസൺ മാറി. ഇന്ന് പകൽ ആരുടെയോ സീസൺ മാറുകയാണ്. യെസ് യെസ്, ഇന്ന് പകൽ ആരുടെയോ സീസൺ മാറുകയാണ്. ഏറ്റെടുക്കണം. വസ്ത്രം മാറുമ്പോൾ സീസൺ മാറുകയാണ്. അതുവരെ അവൻ്റെ തോളിൽ കൈയിട്ട് നടന്ന എല്ലാവരും അവനെ തുറച്ചു നോക്കാൻ തുടങ്ങി, ഒറ്റപ്പെടുത്താൻ തുടങ്ങി. കാരണം അവർക്കില്ലാത്തത് യവനുണ്ട്. നിന്റെ പഴയ സുഹൃത്തുക്കൾ പുതിയ ശത്രുക്കളായത്. ഒരിക്കൽ കൂടെ, ഇത് യൂട്യൂബിലുണ്ടല്ലേ, ഇത് കേട്ടിട്ട് വേണം എനിക്കൊന്ന് വിലപ്പെടാൻ. നിന്റെ പഴയ ശത്രുക്കൾ പുതിയ ശത്രുക്കളായി തീർന്നത് അവർക്കില്ലാത്ത എന്തോ ഒന്ന് നീ ചുമക്കുന്നത് കൊണ്ടാണ്. യെസ്, ആഹാ 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 ആഹാ. ഇംഗ്ലീഷ് ബൈബിളിന്റെ ചില ട്രാൻസ്ലേഷൻ പറയുന്നു ആ വിശേഷ വസ്ത്രത്തെ കുറിച്ച്. മക്കളെ കേൾക്കണം. ദ കോട്ട് ഓഫ് മെനി കളേഴ്സ്, പല നിറത്തിലുള്ള നിലയങ്കി. സ്തോത്രം, പല നിറത്തിലുള്ള നിലയങ്കി. യഹൂദ തൽമൂദ് ഇങ്ങനെയാണ് പറയുന്നത്, യഹൂദ ചരിത്രം റബിമാർ ഇങ്ങനെയാണ് പറയുന്നത്. 12 നിറം ആ അങ്കിക്ക് ഉണ്ടായിരുന്നു എന്ന്. കേട്ടോളണം, 12 നിറം. മക്കളെ, 12 നിറം യോസെഫിന്റെ അങ്കിക്ക് ഉണ്ടായിരുന്നു. ഇന്ന് ആരോ പറയുന്നു, പാസ്റ്റേ എനിക്കൊറ്റ ശുശ്രൂഷയുള്ളൂ, എനിക്ക് പഠിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പ്രസംഗിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, എനിക്ക് പാടാൻ എൻ്റെ ശബ്ദം ശരിയാകത്തില്ല. ഇല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് പാടാൻ മാത്രമേ പറ്റത്തുള്ളൂ, കീബോർഡ് വായിക്കുന്നവൻ പറയും എനിക്ക് ഇത് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ഇന്ന് പകൽ ഓൾ ദ വേ ഫ്രം ട്രിവാൻഡ്രം, തിരുവനന്തപുരത്ത് നിന്ന് എന്നെ അയക്കുമ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞു, ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളോട് പറ, അവൻ്റെ സിംഗിൾ കളറിൽ നിന്ന് അവൻ്റെ പല നിറത്തിലുള്ള ഏറ്റെടുക്കണം മക്കളെ, പല നിറത്തിലുള്ള ഒരു പ്രോഗ്രസും പ്രമോഷനും യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിൽ പല എഴുത്തുകാർ ഇരുന്നു കൊണ്ടിരിക്കുന്നു. പല പുസ്തകങ്ങൾ നിന്നിലൂടെ പുറത്തു വരുവാൻ വേണ്ടി പോകുന്നു. ആയിരക്കണക്കിന് ഗാനങ്ങൾ എഴുതുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്, പ്രസംഗിക്കുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്, പ്രവചിക്കുന്നവർ ഇവിടെ വന്നിട്ടുണ്ട്. വലത് കരങ്ങൾ ഒന്ന് കാണട്ടെ, വലത് കരങ്ങൾ. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ ലക്ഷക്കണക്കിന് രോഗികൾ സൗഖ്യമാകുവാൻ വേണ്ടി പോകുന്നു. ഈ വിരലുകൾ ചൂണ്ടുമ്പോൾ മന്ത്രവാദ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അലറി മാറുവാൻ വേണ്ടി പോകുന്നു. ഓ, in the name of Jesus, നീ വിളിച്ചു പറയും, I can do all things in Christ Jesus. എന്നെ ശക്തനാക്കുന്നവർ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. പല നിറത്തിലുള്ള അങ്കി അവന്റെ സീസൺ മാറി. ഷെഖേമിലേക്ക് സഹോദരന്മാരുടെ അടുക്കൽ ലഞ്ച് ബോക്സുമായി ഉച്ചഭക്ഷണവുമായി പല നിറത്തിലുള്ള അങ്കിയിട്ട് 4 പേർ കാണട്ടെ, ചെത്തി വരാമെന്ന് പറഞ്ഞ് യോസെഫ് ഇതാ വരികയാണ്. പല നിറത്തിലുള്ള നിലയങ്കി ആർക്കും കാണിക്കാൻ വേണ്ടി സമയം ഉണ്ടായിരുന്നില്ല, ദിവസങ്ങളുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഒരു സുവർണ്ണ അവസരം ലഭിച്ചിരിക്കുക. ഏറ്റവും നല്ല പല നിറത്തിലുള്ള നിലയങ്കിയിട്ട് ജ്യേഷ്ഠന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവൻ വിചാരിച്ചത് ഈ ചേട്ടന്മാരെല്ലാം താങ്ങുമെന്നാണ് വിചാരിച്ചു. അവന്മാരെ നല്ല താങ്ങി. മനസ്സിലാകത്തവർക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലാവും. ഓ സ്തോത്രം. അവരെന്താ ചെയ്തത്? ആ പല നിറത്തിലുള്ള അങ്കിയെ ഊരി അവനെ പൊട്ടക്കിണറ്റിലിട്ടു. പല ശുശ്രൂഷകളും വെള്ളമില്ലാത്തത് കൊണ്ട് പൊട്ടക്കിണറായപ്പോൾ കോവിഡ് തുടങ്ങി. ഇവിടെ തുറന്ന ഉറവകൾക്കായി സ്തോത്രം. ഈ ഉറവ ഒരു കാലത്തും വറ്റത്തുമില്ല. അത് തലമുറ കൈമാറ്റത്തിലേക്ക് വഴിമാറും. In the name of Jesus. കിണറേ പൊങ്ങി വാ എന്ന് ഞങ്ങൾ വീണ്ടും പാടും. കരങ്ങൾ ഉയർത്തി വരെ ഹല്ലേലൂയ പറ. വെള്ളമില്ലാത്ത പൊട്ടക്കിണറ്റിൽ അവിടെയാണ് യുദ്ധം നടക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ അതിന് സമയമില്ലല്ലോ, ശുശ്രൂഷ ഉണ്ടെങ്കിൽ അതിന് സമയമില്ലല്ലോ, അഭിഷേകം ഉണ്ടെങ്കിൽ അതിന് സമയമില്ലല്ലോ. വെള്ളമില്ലാത്തത് കൊണ്ട് ചെറുക്കനെ പിടിച്ച് വസ്ത്രമൂരി ചെറുക്കൻ ആ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു. ഒറ്റയ്ക്ക് കരയുന്ന ആരോ വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് കരയുന്ന ആ ഓൺലൈനിൽ ഒറ്റയ്ക്ക് കരയുന്ന, റിയലി കണ്ടിട്ട് തോന്നുന്നില്ല. പക്ഷേ നിന്റെ മുഖത്തിന്റെ മേക്കപ്പ് അല്ല, നിന്റെ ബോഡി ഷേപ്പ് അല്ല, നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല, നിന്റെ തകർന്ന ഹൃദയം കാണുന്ന കർത്താവ് ഒറ്റയ്ക്ക് കരയുന്ന നിന്റെ സീസണെ അവൻ മാറ്റുവാൻ പോകുകയാണ്. ഏറ്റെടുക്കണം. ഒറ്റയ്ക്ക് കരയുന്ന സീസൺ അവൻ മാറ്റുവാൻ പോകുകയാണ്.
എന്നും കണ്ണുനീരല്ല, എന്നും നിലവിളിയല്ല, എന്നും മുറവിളിയല്ല. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ വലിച്ച് കയറ്റിയതാ. ഇന്റർനാഷണൽ ബിസിനസ്സുകാർ പോകുന്നത് കണ്ടപ്പോൾ, മിസ്രൈമി കച്ചവടക്കാർ പോകുന്നത് കണ്ടപ്പോൾ, അക്കാലത്തെ ചരിത്രമനുസരിച്ച് അടിമയായി ഒരുവനെ വിൽക്കണമെങ്കിൽ അടിമ വസ്ത്രം ധരിപ്പിക്കണം. മൂന്നാമത്തെ വസ്ത്രം, മകളെ നോക്ക്, മൂന്നാമത്തെ വസ്ത്രം അടിമ വസ്ത്രം. മൂന്നാമത്തെ വസ്ത്രം അടിമ വസ്ത്രം. ഒന്നാമത്തെ വസ്ത്രം വീട്ടിലെ വസ്ത്രം. രണ്ടാമത്തെ വസ്ത്രം സ്തോത്രം വിശേഷ വസ്ത്രം. വിശേഷ വസ്ത്രം ഒരാളിനെങ്കിലും മനസ്സിലാകുന്നില്ല, അതിനായി സ്തോത്രം. വിശേഷ വസ്ത്രം. മൂന്നാമത്തെ വസ്ത്രം അടിമ വസ്ത്രം. അടിമ വസ്ത്രം. കള്ളക്കേസിൽ കുടുങ്ങിയിരിക്കുന്ന ആരും എന്നെ കേൾക്കുന്നു. കോടതിയിൽ എവിടെയോ കുരുക്കിയിട്ട ഏതോ കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നു. പക്ഷെ ഇന്ന് പകൽ എനിക്ക് പറയാനുള്ള ദൂത് ഇതാണ്: നീ പോകുന്ന വെല്ലുവിളി താൽക്കാലികമാണ്. നീ പോകുന്ന വെല്ലുവിളി താൽക്കാലികമാണ്. വിഷയങ്ങളിൽ പ്രശ്നങ്ങളിൽ കിടന്ന് പിടയ്ക്കുന്ന, ചൂണ്ടലിൽ പിടയ്ക്കുന്ന മത്സ്യങ്ങൾ, ദൈവാത്മാവ് വിവേചിക്കുക, ചൂണ്ടലിൽ അതേ പിടയ്ക്കുന്ന മത്സ്യങ്ങൾ പോലെ വിഷയങ്ങളിൽ കിടന്ന് പിടയ്ക്കുന്ന വ്യക്തികളും കുടുംബങ്ങളും ഇന്ന് പകൽ ധൈര്യപ്പെടട്ടെ. നിന്റെ പ്രോബ്ലം താൽക്കാലികമാണ്. There is an expiry date for your very problem. നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ഒരു ദിവസമുണ്ട്. അപ്പുറത്തെ അറബിക്കടലിനൊരു അതിര് ദൈവം നൽകിയിരിക്കുന്നത് പോലെ നിന്നെ വിഷമിപ്പിക്കുന്ന, കരയിപ്പിക്കുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. കാരണം യേശു വിടുതല ദൈവം. യേശു അത്ഭുതങ്ങളുടെ ദൈവം. അടിമ വസ്ത്രം ധരിച്ച് സ്തോത്രം അവൻ അടിമ ചന്തയിൽ നിന്ന്. രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇതെല്ലാം താൽക്കാലിക. പെട്ടെന്ന് പറഞ്ഞേ, മൂത്തോക്കി പറ. കള്ളന്മാരും കള്ളികളും മൂത്ത് വെക്കത്തില്ല. മൂത്തോക്കി പറ, സ്തോത്രം ഇതെല്ലാം താൽക്കാലികമാണ്. നിന്റെ പ്രശ്നത്തിന് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്. നിങ്ങൾക്കറിയാം സ്റ്റോറി. എന്നിട്ട് അവനെ അതെ സ്തോത്രം മേടിച്ച് എവിടെ കൊണ്ടുപോയി? ഈജിപ്തിൽ കൊണ്ടുപോയി. അതിൻ്റെ വസ്ത്രം വീണ്ടും മാറുകയാണ്. വീട്ടിലെ വസ്ത്രം, വിശേഷ വസ്ത്രം, ആടിമ വസ്ത്രം. പൊത്തിഫറയുടെ വീട്ടിൽ ചെന്നപ്പോൾ അന്ന് ചുമ്മാ നിന്ന് ജോലി ചെയ്യാൻ പറ്റത്തില്ല. വേലക്കാരൻ്റെ വസ്ത്രം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, വേലക്കാരൻ്റെ വസ്ത്രം. നിന്റെ ഫെയ്ത്ത്ഫുൾനെസ്, നിന്റെ വിശ്വസ്തത ടെസ്റ്റ് ചെയ്യുന്ന ഒരു സീസണാണ്. നിന്റെ വിശ്വസ്തത. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ്? അയ്യോ, ഇന്ന് വളരെ കുറച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം, വിശ്വസ്തത. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് സ്വർഗം ഇങ്ങനെ നിലവിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. കർത്താവ് നിലവിളിക്കുക, വിശ്വസ്തന്മാർ കുറയുന്നേ. ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്? വിശ്വാസികൾ കുറയ്ക്കുന്നേ എന്നല്ല, പ്രാസംഗർ കുറയ്ക്കുന്നേ എന്നല്ല, വിശ്വസ്തന്മാർ കുറയുന്നേ. ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്നത് ഒരു വിശ്വാസത തെളിയിക്കുന്ന സീസണിലാണ്. ആ ചെറിയ സൺഡേ സ്കൂളിൽ വിശ്വസ്തനായിരിക്കുക, ആ യൂത്ത് പ്രോഗ്രാമിന് വിശ്വസ്തനായിരിക്കുക, സെൽ മീറ്റിങ്ങിന് വിശ്വസ്തനായിരിക്കുക, 437 വിശ്വാസിക്ക് വിശ്വസ്തനായിരിക്കുക. സ്തോത്രം. പൊത്തിഫറയുടെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. പൊത്തിഫറയുടെ ഭവനത്തിൽ അവൻ വിശ്വസ്തൻ. നിങ്ങൾക്കറിയാം, സ്തോത്രം, നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. നൂറുകണക്കിന് നല്ല മസിൽ മാനിയ ചെറുക്കന്മാർ പഞ്ചായത്തിലുണ്ടായിരുന്നിട്ടും ആ മാഡത്തിന് താല്പര്യം ഇവൻ്റെ മേലായിരുന്നു. വേറെ ആർക്കുമില്ലാത്ത പ്രലോഭനം നിന്റെ മേൽ വരുന്നെങ്കിൽ വേറെ ആർക്കുമില്ലാത്ത പദ്ധതികൾ നിനക്കുണ്ട്. ആരുമില്ല, വേറെ ആർക്കുമില്ലാത്ത പ്രലോഭനങ്ങൾ, പരീക്ഷകൾ നിന്റെ നേരിൽ വരുന്നെങ്കിൽ, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, നിന്റെ വീട്ടിൽ ആരും ചുമന്നിട്ടില്ലാത്ത, ആരുടെ നിറവേറിട്ടില്ലാത്ത വലിയ പദ്ധതികൾക്കായി ഒരു ചരിത്രം മെനയുവാൻ, ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറയുന്നു, ഒരു ചരിത്രം മെനയുവാൻ ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ ആവർത്തിച്ച് ബൈബിൾ പറയുന്നു, സ്തോത്രം, ആ കുടിയിൽ വീണപ്പോൾ പൊട്ടക്കിണറ്റി വീണത്. എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാ. ഷാജി പാസ്റ്റർ ഇവർ കണ്ടതുപോലെയല്ല. നിങ്ങൾ ഷാജി പാസ്റ്റർ വിശ്വാസികളെല്ലാം ബൈബിൾ വായിക്കുന്നവരാ. ഹല്ലേലൂയ, സ്തോത്രം. ഷാജി പാസ്റ്റർ ഒരു സ്ട്രിക്റ്റ് പാസ്റ്ററാണ്, ഞാൻ വെറും പാവ. ഓക്കെ എന്ന് ക്രൈസ്റ്റ് സെൻ്റർ പറഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ യഹോവ അവനോട് കൂടെ പറശാരനെ ആ പൊട്ടക്കിണറ്റിൽ അടിമച്ചന്തയിലും യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആ ഇന്റർനാഷണൽ ബോർഡർ കടന്നപ്പോഴും ദൈവം, കാരണം എൻ്റെ ദൈവം ലോക്കലല്ല. ദൈവത്തിൻ്റെ ഫോണിൽ വിളിച്ചാൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ് എന്നൊരിക്കലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്തില്ല. അവൻ നദികളെ കടക്കുവാൻ, സമുദ്രങ്ങളെ കടക്കുവാൻ, പർവ്വതങ്ങളെ കടക്കുവാനുള്ള നിയോഗം ആരുടെ മേലോ ഇടുകയാണ്. അന്യന്മാരുടെ കൾച്ചറുകളിൽ നിറം മാറുന്ന ജീവിതങ്ങളുടെ നടുവിൽ നിനക്കൊരു ശുശ്രൂഷയുണ്ട്. അവിടെ മറ്റൊരു കൾച്ചറിന്റെ നടുവിൽ അവൻ കയറി ചെന്നപ്പോൾ വേദപുസ്തകം പറയുന്നു, എന്നാൽ യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മേഡത്തിന് അറിയത്തില്ലായിരുന്നു.
മേഡം വീട്ടിലുള്ള എല്ലാവരും പുറത്താക്കിയിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് യോസഫേ കം. ബൈബിൾ പറയുന്നു, തമിഴ് ബൈബിൾ അവൾ നിത്തം നിത്തം എന്ന് പറഞ്ഞാൽ ദിനം പ്രതി, അല്ലാതെ ഏതാണ്ട് മൂന്നാമത്തെ വെള്ളിയാഴ്ചയല്ല. സമയം കിട്ടുമ്പോഴൊക്കെ, സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ബാക്കി എല്ലാവരെയും തെക്കോട്ടും വടക്കോട്ടും പറഞ്ഞു വിട്ടിട്ട് ആ വീട്ടിൽ അവൾ പറഞ്ഞു, സ്തോത്രം യോസഫേ ഞാൻ ഒറ്റയ്ക്ക വാ. സോറി മാഡം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം. സോറി മാഡം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ ഞാൻ പറ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊറ്റയ്ക്കാകാൻ കഴിയത്തും ഇല്ല. കരുവാ. ഇന്ന് പകൽ നിന്റെ ഹൃദയ കണ്ണ് തുറക്കുന്നുവെങ്കിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും. നീ ഒറ്റയ്ക്കല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്ക് ഒറ്റയ്ക്കാകാൻ കഴിയത്തില്ല. അവൻ താഴ്വരയിൽ ഇറങ്ങിയാൽ താമരപ്പൂവാണ്. അവൻ മരുഭൂമിയിൽ സ്തോത്രം അതേ പകൽ മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവുമാണ്. അവൻ അബ്രഹാമിന്റെ യാഗമാണ്. അവൻ ഇസഹാക്കിന് പകരമുള്ള ആട്ടിൻകുട്ടിയാണ്. അവൻ യാക്കോബിന്റെ ഗോവേണിയാണ്. അവൻ ഏലിയാവിന്റെ തീയാണ്. അവൻ ഏലിശായുടെ പുതപ്പാണ്. ഓ അവൻ ശിംശോന്റെ ബലമാണ്. അവൻ പത്രോസിന്റെ വലയാണ്. അവൻ പൗലൂസിന്റെ റുമാലാണ്. അവൻ വെളിപ്പാട് പുസ്തകത്തിൽ അവൻ രാജാതി രാജാവാണ്. അവൻ ഇമ്മാനുവേലാണ്. യഹോവ ശമയാണ്. അവൻ നിന്റെ കൂടെയുണ്ട്. തെളിവ് അമ്മാമ്മയുടെ കയ്യിൽ കിട്ടി. ഒരിക്കൽ കൂടെ തെളിവ് അമ്മാമ്മയുടെ കയ്യിൽ കിട്ടി. ചെറുക്കൻ ജയിലിൽ പോയി. അപ്പോഴാണ് സ്തോത്രം അടുത്ത വസ്ത്രം അവൻ്റെ മേൽ വീണത്, ജയിൽ വസ്ത്രം. എല്ലാവരും പറഞ്ഞാട്ട് എന്ത് വസ്ത്രം? ജയിൽ വസ്ത്രം. ആദ്യം മുതൽ പറഞ്ഞ 1 വീട്ടിലെ വസ്ത്രം, 2 വിശേഷ വസ്ത്രം, 3 അടിമ വസ്ത്രം, 4 വേലക്കാരൻ്റെ വസ്ത്രം, 5 ജയിൽ വസ്ത്രം. ജയിൽ വസ്ത്രം സ്തോത്രം അതെ കാരാഗ്രഹ വസ്ത്രം എന്ന് വേണേ പറഞ്ഞു. ജയിൽ വസ്ത്രം. ആ ജയിൽ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു വല്ലാത്ത ജയിലാണ്. ഞാൻ ജയിലിൽ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. സ്തോത്രം അതെ. പൂജപ്പുര ജയിലിൽ പോകുമ്പോൾ എന്തോ ഗ്ലാമർ താരങ്ങളാണ് പൂജപ്പുര ജയിലിൽ കിടക്കുന്നതെന്ന് അറിയാം. ആരോഗ്യമില്ലാത്തവരെല്ലാം ജയിലിന് പുറത്തും ആരോഗ്യമുള്ള സുമുഖന്മാരെല്ലാം സ്തോത്രം ജയിലിനകത്തുമാണെന്ന് തോന്നിപ്പോയി. സ്തോത്രം. പക്ഷേ യോസഫിൻ്റെ ജയിൽ അങ്ങനെയുള്ള ജയിലല്ല. 4 അടി ഉയരമുള്ളതായ ഒരു ഗുഹ പോലെ, ഒരു പട്ടി നിൽക്കുന്ന പോലെ, മൃഗങ്ങൾ നിൽക്കുന്നത് പോലെ കുനിഞ്ഞേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു നേരത്തെ ആഹാരം കഷ്ടിച്ചു കൊടുക്കാൻ ചാകാതിരിപ്പാൻ. കഴുത്തിൽ ചങ്ങലയാണ്, കയ്യിൽ ചങ്ങലയാണ്, കാലിൽ ചങ്ങലയാണ്. അയ്യോ, ഇപ്പോൾ നിങ്ങൾക്കുള്ള ജൂഡിക്കും ജിമ്മിക്കും ഉള്ളതായ ചങ്ങലയല്ല. ഇപ്പോഴും നമ്മളെ മക്കളെക്കാളും ഭയങ്കരമായിട്ടാണ് പട്ടിയെ നോക്കുന്നത്. എന്തോ പോളിഷിങ്ങുള്ള ആലുക്കാസ് ചങ്ങലയിട്ടല്ലയോ പട്ടിയെ നമ്മൾ ബന്ധിക്കുന്നത്. എന്നാൽ നോക്കാൻ സ്തോത്രം യോസഫിൻ്റെ ചങ്ങലയല്ല, നല്ല റഫ് ആൻഡ് ടഫ് ചങ്ങല. 4200 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര പരിപരത്ത ചങ്ങലയിട്ട് ഒരു 48 മണിക്കൂറായപ്പോൾ ഷൈപ്പാസ്റ്ററെ കയ്യും കാലും നന്നായി മുറിഞ്ഞ്, കഴുത്ത് മുറിഞ്ഞ് രക്തം പുറത്തേക്ക് വന്നു. ഒരാഴ്ചയായപ്പോൾ ആ മുറിവ് ആഴത്തിലേക്ക്, കാരണം ഈ ചങ്ങല കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുക. 2 ആഴ്ചയായപ്പോൾ ആ രക്തവും സ്തോത്രം പൊടിയും അടിക്കും കൂടെ അങ്ങ് ഒന്നിച്ചു. ഒരു 3-ാമത്തെ ആഴ്ച ഇപ്പം നാറ്റം കൊണ്ട് നിൽക്കാൻ വയ്യാതെ കയ്യിലും കഴുത്തിലും കാലിലുമെല്ലാം സ്തോത്രം അതേ മുറിവായി, സെപ്റ്റിക്കായി, പഴുപ്പായി. സ്തോത്രം. ചങ്ങല അവൻ്റെ ഭാഗമായി. കെസി ജോൺ പാസ്റ്റർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചങ്ങല അവനിൽ കുടുങ്ങിയല്ല, അവൻ ചങ്ങലയിൽ കുടുങ്ങിയെന്നല്ല, ചങ്ങല അവനിൽ കുടുങ്ങി. ചങ്ങല അവനിൽ കുടുങ്ങി. അവൻ എങ്ങോട്ട് പോയാലും സ്തോത്രം ചങ്ങല അവൻ്റെ ഭാഗമായി. ദുബായിൽ പോയി, ആ ദുഃഖം അവിടെ തന്നെയുണ്ട്. അമേരിക്ക പോയിട്ട് വന്നപ്പോഴും ആ ദുഃഖം അവിടെ തന്നെയുണ്ട്. എവിടെ പോയപ്പോഴും നിഴൽ കൂടെ ഉള്ളതുപോലെ ആ ചങ്ങല അവൻ്റെ ഭാഗം ആയി. ഇതെന്നെയും കൊണ്ടേ പോകത്തുള്ളൂ, ഈ പ്രശ്നം എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ചങ്ങലയിൽ അവൻ കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ മനസ്സിലാക്കുക, നിൻ്റെ ലൈഫിലെ ഏറ്റവും പ്രശ്നം ഉള്ള സമയത്താണ് നിൻ്റെ അഭിഷേകത്തിൽ തമ്പുരാൻ വർദ്ധനവ് കൽപ്പിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ചിലർ കേട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ തിരമാലയിൽ, ഏറ്റവും വലിയ വെല്ലുവിളിയിലാണ് ഏറ്റവും വലിയ തഴപ്പ് സ്വർഗത്തിൽ ദൈവം കൽപ്പിക്കുന്നത്. വാക്യമുണ്ടോ? ഉണ്ടല്ലോ. അപ്പന്റെ വീട്ടിൽ മക്കളെ സന്തോഷിച്ചിരുന്ന സ്വപ്നം കൊണ്ടല്ല അവൻ പ്രധാനമന്ത്രിയായത്. അപ്പന്റെ വീട്ടിൽ വച്ച് പ്രാപിച്ച സ്വപ്നം കൊണ്ടല്ല ഷാജി പാസ്റ്ററെ യോസഫ് പ്രധാനമന്ത്രിയായത്. ഫറവോന്റെ മുൻപിൽ നിന്ന് അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു. എടാ, ഈ സ്വപ്നം വ്യാഖ്യാനം യോസഫേ നിനക്ക് ഏത് സെമിനാരിൽ നിന്നാണ് കിട്ടിയത്? ഏത് ബൈബിൾ സ്കൂളിൽ നിന്നാണ് കിട്ടിയത്? അതെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ, എല്ലാം തീർന്നെന്ന് വിചാരിച്ചപ്പോൾ, അടയ്ക്കപ്പെട്ട ജയിലിൽ എൻ്റെ പുറത്തെ മനുഷ്യൻ കിടന്ന് പിടഞ്ഞപ്പോൾ, എൻ്റെ പുറത്തെ മനുഷ്യൻ ചങ്ങലയിൽ കിടന്നപ്പോൾ, എൻ്റെ അകത്തെ മനുഷ്യനുള്ളൊരു ഇംപാർട്ടേഷൻ കർത്താവ് കൽപ്പിച്ച്.
കമാൺ, വാ തുറന്നും സ്തോത്രം പറഞ്ഞാട്ടെ. അകത്ത് ചിലത് സംഭവിക്കട്ടെ. ഇന്ന് പകൽ ഇത് പ്രാപിക്കണം. ഈ 13ാമത്തെ പകൽക്കാലം ഒരു പകർച്ച 2 മിനിറ്റ് കരങ്ങൾ അടിച്ച്, അല്ലെങ്കിൽ കരങ്ങളെ ഉയർത്തി വായി തുറന്ന് ഒരു പകർച്ചയ്ക്കായി ജനം ഏൽപ്പിക്കപ്പെടട്ടെ. അവന്റെ പുറത്തെ മനുഷ്യൻ ആ ചങ്ങലയിലും ബന്ധനത്തിലും മുറിവിലും കിടക്കുമ്പോൾ അവൻ്റെ അകത്തെ മനുഷ്യനിൽ ആത്മാവിൻ്റെ ഒരു പകർച്ച നൽകി. അവനിപ്പോൾ സ്വപ്നം കേട്ടാൽ അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവൻ്റെ സ്വപ്നം കേട്ടാൽ അവൻ സ്വപ്നം വ്യാഖ്യാനിക്കുക. എൻ്റെ മുമ്പ് നേരമില്ല, ഞാൻ നിർത്തി. സ്തോത്രം. 10 മിനിറ്റ് പ്രാർത്ഥിക്കണമല്ലോ. സ്തോത്രം. പക്ഷേ പിന്നത്തേതിൽ അതേ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കേട്ട് അവൻ്റെ ശുശ്രൂഷയുടെ ബെനിഫിറ്റ് അനുഭവിച്ച പാനപാത്രവാഹകൻ ഈ യോസഫിനെ മറന്നു കളഞ്ഞു. നിന്റെ നന്മ അനുഭവിച്ച പലര് നിന്നെ മറന്നു കളഞ്ഞു. പക്ഷേ ഈ 13ാമത്തെ പകൽക്കാലം കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, പോയി എൻ്റെ ജനത്തോട് പറ, മറന്നവരുടെ മെമ്മറിയെ ഞാൻ ഈ ദിവസങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യുവാൻ പോകുക. മറന്നവർ നിന്നെ ഓർക്കുവാൻ പോകുന്നു. കാരണം നിന്റെ സീസൺ മാറുകയാണ്. രണ്ടുപേരെ തൊട്ട് പറ, എന്റെ സീസൺ മാറുന്നു. പെട്ടെന്ന് പറഞ്ഞേ, മോത്തോ പറ, നിന്റെ സീസൺ മാറുന്നത് കൊണ്ട് മറന്നവർ നിന്നെ തേടി വരുവാൻ വേണ്ടി പോകുന്നു. നീ പ്രതീക്ഷിക്കാത്തവർ നിന്നെ ഫോൺ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. നിന്റെ പ്രതീക്ഷിക്കാത്തവർ നിന്റെ ഡോറ് തട്ടി വിളിക്കുവാൻ വേണ്ടി പോകുന്നു. മറന്നവർ, കാരണം നിന്റെ സീസൺ ദൈവം മാറ്റുകയാണ്. പാനപാത്രവാഹകൻ അവൻ ഓർത്തിട്ട് പറഞ്ഞു, ഒരു ചെറുക്കനെ എനിക്കറിയാം, ഒരു യുവാവിനെ എനിക്കറിയാം, ഓൾമോസ്റ്റ് 30 years അവൻ നമ്മുടെ ജയിലിൽ കിടപ്പുണ്ട്. ജയിലർ അവനെ തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മലയാളി ബുദ്ധി ഞാൻ പറഞ്ഞേനെ, എടാ ജയിലറെ സല്യൂട്ട് ചെയ്യടോ ജയിലറെ. അപ്പോൾ ജയിലർ ചോദിക്കും, ഞാനെന്തിനാ സല്യൂട്ട്? എടോ 24 മണിക്കൂർ കഴിയും മുമ്പ് യവൻ നിന്റെ പ്രധാനമന്ത്രിയാ. ഓ കമാൺ ദൂത്, നീ ആരെന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നീ ആരെന്ന് നിന്റെ വീട്ടുകാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ ആരെന്ന് ഇതുവരെ നിന്റെ പാസ്റ്റർക്ക് പോലും മനസ്സിലായിട്ടില്ല. നീ ആരെന്ന് ഇതുവരെ കേരളത്തിന് മനസ്സിലായിട്ടില്ല. നിന്റെ സീസൺ മാറുന്ന ഈ ദിവസങ്ങളിൽ നീ ആരെന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യക്ഷമായി വെളിപ്പെടുവാൻ പോകുകയാണ്. Come on, come on, come on, come on. Ora mandere balamdanara ganjale balamdaro baraja gadi gadi khapsanara langare. Ushalama namdara pravajjana da gamdino baramdanam baranjale da gamdino balokho. Ushala pravajjana da gamdara pravajjalo lokho rahatina da namdaram baregale. Sakane solo namdam babara raja solo khone hatsajjale prabhula brahme nagara solo bamje ne kiravam dharavam sagara rakhuna rajagale manaman mandhanavam sagana raja കരങ്ങളടിച്ച് ശക്തിയോടെ yes apsa lagana ragaja ragaja baba bangana bam saganam saganuru roko jogolo banuguru jogodo primdulamam saganam sagana prabhu nagolo babam se എന്നെന്നും അടക്കപ്പെട്ടിരിക്കും എന്ന പിശാച് മനുഷ്യനും വെല്ലുവിളിച്ച് പൂട്ടിയ പൂട്ടുകൾ സൂപ്പർ നാച്ചുറലി ദൈവകൃപയാൽ ഇതാ തുറന്നു വരുന്നു. പ്രവചനദൂതായി ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ഇടിനാദം പോലെ ആത്മമണ്ഡലത്തിൽ ഞാൻ കേൾക്കുന്നു, എന്റെ ജനത്തെ ഞാനിതാ പുറത്തെടുക്കുന്ന പകലാണിത്.
yes. പുറത്തെടുക്കുന്ന മകളായത്. ദൈവവചനത്തിന്റെ വെളിപാടിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തീർത്തുമുള്ള നിറവിൽ ഈ അപ്പോസ്തലനെ സാക്ഷിയാക്കി ഈ ദൈവജനത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, വിഷയങ്ങളിൽ കയറിയതുപോലെയല്ല അവൻ നിന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ഓൺലൈനിൽ ഇരിക്കുന്നവരെ ടൈപ്പ് ചെയ്ത് വിട്ടെ, ഐ എം കമ്മിങ് ഔട്ട്, ഐ എം കമ്മിങ് ഔട്ട്, ഐ എം കമ്മിങ് ഔട്ട്. ഓൺലൈനിൽ ഇരിക്കുന്നവരെ ടൈപ്പ് ചെയ്ത് വിട്ടെ, ഐ ആം കമ്മിങ് ഔട്ട്. ഞാൻ പുറത്തു വരുന്നു, ഞാൻ പുറത്തു വരുന്നു, ഞാൻ പുറത്തു വരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നീ കണ്ണുനീരിൽ കയറിയതുപോലെ, അപവാദങ്ങളിൽ കയറിയതുപോലെ, ഒറ്റപ്പെടലിൽ കയറിയതുപോലെ, പ്രതിസന്ധിയിൽ കയറിയതുപോലെ, പ്രയാസങ്ങളിൽ കയറിയതുപോലെ അല്ല, ഒരു പ്രമോഷനോടെയാണ് നീ പുറത്തു വരുന്നത്. കാരണം ബൈബിൾ പറയുന്ന as a dreamer Joseph went into the prison, but as an interpreter of a dreamer he came out of the prison. സ്വപ്നം കാണുന്നവനായി യോസേഫ് കാരാഗൃഹത്തിൽ കയറി. ഒരിക്കൽ കൂടെ ആരും സ്വന്തം പറഞ്ഞില്ല. സ്വപ്നം കാണുന്നവനായി യോസേഫ് കാരാഗൃഹത്തിൽ കയറി. പക്ഷെ അതേ യോസേഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി അവൻ പുറത്തിറങ്ങിയെങ്കിൽ ഈ ജൂലൈ മാസം നിന്റെ നേരമാണ്. രാജാവിന്റെ മാസ്റ്റർ കമ്പ്യൂട്ടറിൽ നിന്റെ പ്രൊമോഷൻ ഓർഡർ അവൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾ മാറിയവളായി നീ ഇതാ പുറത്തു വരികയാണ്. ബൈബിൾ പറയുന്നു, അവൻ്റെ ചങ്ങലയെ പൊട്ടിച്ച് ചങ്ങല വലിച്ചെടുത്തപ്പോൾ കയ്യിലും കാലിലും കഴുത്തിലും മുറിവുകളുണ്ടായി. ഈ പുതിയ മുറിവ് വരുന്നെങ്കിൽ മനസ്സിലാക്കണം, പുതിയ വാതിലുകൾ തുറക്കുക. മറ്റുള്ളവർ തട്ടി നിന്ന സ്ഥാനത്ത് നിന്റെ മുൻപിൽ താനേ പലതും ഈ ദിവസങ്ങൾ തുറന്നു വരികയാണ്. വിവാഹങ്ങൾക്കായി തുറന്നു വരുന്നു, ജോലികൾക്കായി തുറന്നു വരുന്നു, നന്മകൾക്കായി തുറന്നു വരുന്നു, ശുശ്രൂഷകൾക്കായി തുറന്നു വരുന്നു, അവസരങ്ങൾ റിലീസ് ചെയ്യുന്നു. ഈ അഭിഷേകത്തിന്റെ കുടക്കീഴിൽ നിൽക്കുന്ന ശുശ്രൂഷകന്മാർ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയും, സമയമില്ലല്ലോ കർത്താവേ എന്ന് പറയത്തക്ക ക്രമത്തിൽ ഓടി നടക്കുന്ന വെന്യൂസ് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. പുതിയ മുറിവുകൾ, പുതിയ വാതിലുകൾ തുറക്കുന്നു. അപ്പോഴേക്കും അവന്റെ വസ്ത്രം മാറി. ആറാമത്തെ വസ്ത്രം മിശ്രമീയ വസ്ത്രം. ആറാമത്തെ വസ്ത്രം മിശ്രമീയ വസ്ത്രം. ഒന്നാമത്തെ വസ്ത്രം വീട്ടിൽ വസ്ത്രം, രണ്ടാമത്തെ വസ്ത്രം വിശേഷ അങ്കി, മൂന്നാമത്തെ വസ്ത്രം അടിമ വസ്ത്രം, നാലാമത്തെ വസ്ത്രം വേലക്കാരൻ്റെ വസ്ത്രം, അഞ്ചാമത്തെ വസ്ത്രം കാരാഗ്രഹ വസ്ത്രം, ആറാമത്തെ വസ്ത്രം മിശ്രമീയ വസ്ത്രം. ശബ്ദം ഉയർത്തി പറ, മിശ്രമീയ വസ്ത്രം. ഒരിക്കൽ കൂടെ മിശ്രമീയ വസ്ത്രം. ആ സെന്ററിൽ നിൽക്കുന്ന എല്ലാ സഹോദരന്മാരും വിളിച്ചു പറ, മിശ്രമീയ വസ്ത്രം. അർത്ഥം സീസൺ മാറുകയാണ്. പറഞ്ഞവരുടെ മേലും പറയാത്തവരുടെ മേലും, അതിശയിച്ച് നിൽക്കുന്നവരുടെ മേലും, എന്താകുമെന്ന് പറഞ്ഞവരുടെ മേലും ഇന്ന് പകൽ ഞാൻ പറഞ്ഞേച്ച ഞാൻ പോകും. പക്ഷെ ഈ ദൂതൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. ഈ ദൂതനെ ഞാൻ നിന്റെ മേൽ വിതയ്ക്കുകയാണ്. ഈ വിത്തിനെ നിന്റെ മേൽ വിതയ്ക്കുകയാണ്. നിന്റെ സീസൺ മാറുകയാണ്. ആ 35 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളും കേട്ടോളാം. 35 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും കേട്ടോളാം. അബ്രഹാം കയറാത്ത പടിക്കെട്ടിലൂടെ, ഇസഹാക്ക് കയറാത്ത പടിക്കെട്ടിലൂടെ, യാക്കോബ് കയറാത്ത പടിക്കെട്ടിലൂടെ, അവൻ ആ കൊട്ടാരത്തിന്റെ പടിക്കെട്ടിലൂടെ കയറുകയാണ്. വേറെ ആർക്കുമില്ലാത്ത കണ്ണുനീര് നിനക്കുണ്ടായെങ്കിൽ, നിന്റെ അപ്പൻ കരയാത്ത കരച്ചിൽ, നിന്റെ വലിയപ്പച്ചൻ കേൾക്കാത്ത അപവാദം, നിന്റെ വീട്ടുകാർക്ക് വേറെ ആർക്കുമില്ലാത്ത ഒറ്റപ്പെടൽ, മറ്റാർക്കുമില്ലാത്ത ജയിൽവാസം, മറ്റാർക്കുമില്ലാത്ത മുറിവുകൾ ഉണ്ടെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് വേറെ ആർക്കുമില്ലാത്ത പടവുകൾ നീ താഴ്ചയല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കുക. നീ താഴ്ചയല്ല,
നിന്നെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. In the name of Jesus, unstoppable ആയി, unstoppable ആയി. വാതുറന്ന് സ്തോത്രം പറ, സ്തോത്രം പറ, വാതുറന്ന് അന്യഭാഷ പറ. യെസ് യെസ് യെസ്, അവൻ പടവുകൾ കരുകിയാണ്. പ്രിയാരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സും ശബ്ദം ഉയർത്തി അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കും. നിങ്ങൾക്കറിയാമോ സൺഡേ സ്കൂൾ സ്റ്റോറി? ഹി സ്റ്റുഡ് ബിഫോർ ഫാറോ ആൻഡ് ഫറവോന്റെ മുൻപിൽ നിന്നു. അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു. അപ്പൻ്റെ വീട്ടിലെ സ്വപ്നമല്ല, കംഫർട്ട് സോണിലെ സ്വപ്നമല്ല, സ്തോത്രം, അതെ, വളരെ കംഫർട്ടായിരുന്ന കാലത്തിൻ്റെ സ്വപ്നമല്ല, പക്ഷേ കഷ്ടതയുടെ കാലത്തിൻ്റെ സ്വപ്ന വ്യാഖ്യാനത്താൽ. ഓ ഷാജി പാസ്റ്റേ, എന്തോ ഇത് ഈ പ്ലാറ്റ്ഫോമിൽ ഒരു റെവലേഷൻ ഉണ്ട് കേട്ടോ. ഇതൊരു നിറവുണ്ട്. ആരോ ഇരുന്ന് പെൻഷൻ പറ്റിയ ഒരു സീറ്റ് അല്ല. കർത്താവിന്റെ ദാസനെ, ആരും ചെയ്യാത്തത് ചെയ്യുവാൻ, ആരും ഓടാത്ത ഹൈവേയിലൂടെ ഓടുവാൻ, ആരും പറയാത്തത് പറയുവാൻ, ആരും പ്രാപിച്ചിട്ടില്ലാത്ത നിയോഗങ്ങൾ. ഇല്ലാത്തവർ സ്വന്തം പറഞ്ഞാണ്. ആരോഗ്യം പെൻഷൻ പറ്റിയ പൊടി പിടിച്ച ഒരു കസേരയിലല്ല. എലോഹിം സൃഷ്ടാവാം ദൈവം. എലോഹിം മീൻസ് സൃഷ്ടാവാം ദൈവം. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത, നിന്റെ ഗ്ലാമറിനല്ല, അവന്റെ ഗ്ലോറിക്ക് വേണ്ടി, നിന്റെ മഹത്വത്തിനല്ല, അവന്റെ മഹത്വത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, മാതാവേ പിതാവേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആരും ഇരുന്നിട്ടില്ലാത്തത്, രാജ്യങ്ങളെ നിയമം മാറ്റി, പട്ടണങ്ങളെ നിയമം മാറ്റി, ഇരുന്നിട്ടില്ലാത്ത തലങ്ങളിൽ ദൈവം അതിനെ ഇരുത്തുന്ന ഒരു സീസൺ മാറ്റം. ബ്രാൻഡ് ന്യൂ സീറ്റിൽ ഇരിക്കുന്നതിന് മുൻപ് രാജാവ് തൻ്റെ റോയൽ ഗവൺമെൻറ്, പർപ്പിൾ ഗവൺമെൻറ്, രാജവസ്ത്രം അവൻ്റെ പേരിട്ടു. ഉൽപ്പത്തി 37 മുതൽ 42 വരെ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ 7 വസ്ത്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്തോത്രം. ഒടുവിലായി വീണത് രാജവസ്ത്ര. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, രാജവസ്ത്ര. എനിക്കൊരു ഉപകാരം ചെയ്യാം. എല്ലാവരും ഒരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ മാത്രം കാര്യങ്ങളൊന്ന് ചെലപ്പിച്ചാട്ടെ. സുരേഷ് ബാബുവിന് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ, ഹല്ലേലൂയ, 7 പേരെ തോളിൽ തൊട്ട് ഒന്ന് പ്രവചിച്ച് പറഞ്ഞേ, അർഹത ഇല്ലാത്തത് നിങ്ങൾ തേടി വരും. പെട്ടെന്ന് പറഞ്ഞേ, പറ, തോളിൽ തൊട്ട് പറ. 7 പേരെ പറഞ്ഞോ, 7 പേരെ. അർഹതയില്ലാത്തത് നിന്റെ വീട്ടിൽ നിന്നെ തേടി വരും, നിന്റെ തലമുറയിൽ നിന്നെ തേടി വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അർഹതയില്ലാത്തത് ഒരുങ്ങിക്കോ. ആരും പറയാത്ത ഒരു സാക്ഷ്യം പറവാൻ ജനം ഒരുങ്ങിക്കോ. നിന്റെ ചതൽ പിടിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല നിന്നെ മാനിക്കുന്നത്, നിന്റെ എഡ്യൂക്കേഷൻ അല്ല നിന്നെ മാനിക്കുന്നത്, നിന്റെ കുടുംബ പേരല്ല നിന്നെ മാനിക്കുന്നത്, നിന്റെ അഭിഷേകം. എന്റെ പുസ്തകത്തിൽ നിന്റെ അഭിഷേകം തന്നെ ഇത് ഉയർത്തിയവന് എന്റെ ദൈവം ഉയർത്തുവാൻ പോകുന്നു. അഭിഷേകം തന്നെ ദൈവം തന്നെ മാനിക്കുവാൻ പോകുന്നു. സീസൺ മാറുക. നിന്നെ പൂട്ടാൻ ശത്രു ഒത്തിരി ശ്രമിച്ചതാ. നിന്നെ വീട്ടിൽ പൂട്ടാൻ നോക്കി, നടന്നില്ല. അപ്പം നിന്നെ റിലീസ് ചെയ്തു. നിന്നെ ആ കുണ്ട് കിണറ്റിൽ പൂട്ടാൻ നോക്കി, നടന്നില്ല. ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ തമ്പുരാൻ പുറത്തെടുത്തു. നിന്നെ അടിമയായി പൂട്ടാൻ നോക്കി, നടന്നില്ല. നിന്നെ അപവാദത്തിൽ പൂട്ടാൻ നോക്കി, നടന്നില്ല. നിന്നെ ഓ ലോഡ് ഏതാണ്ടൊക്കെ പൊട്ടുക. ആ പൂട്ടുകൾ അറിയാതെ വന്നതും അറിഞ്ഞു വന്നതും യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊളിയണം. നിന്നെ ജയിലിൽ പൂട്ടാൻ നോക്കി, നിന്നെ കുഴിയിൽ പൂട്ടാൻ നോക്കി, നിന്നെ ചന്തയിൽ പൂട്ടാൻ നോക്കി, അപവാദത്തിൽ പൂട്ടാൻ നോക്കി, ജയിലിൽ പൂട്ടാൻ നോക്കി. എന്നാൽ എന്റെ കർത്താവ് പൂട്ട് പൊളിക്കുന്നവനാ. എന്റെ സ്വർഗത്തിൽ അപ്പന്റെ പേര് പറയട്ടോ, അവൻ ജയിൽ പൊളിക്കുന്നവനോ. നിലവിളിക്കുമ്പോ അവൻ ഇറങ്ങി വരും.
2 സ്റ്റെപ്പ് ഒന്ന് നടന്നാ മതി, ആ കാരാഗ്രഹം പൊളിയും. പ്രമാണി ഉണരുക. വെണ്ണിക്കുളമേ, നിന്റെ പ്രമാണികളെ ഞങ്ങൾ ഈ നാടുകളിൽ സ്നാനപ്പെടുത്തും. കേട്ടില്ല. വെണ്ണിക്കുളമേ, നിന്റെ പ്രമാണികൾ ഈ നാളുകളിൽ സ്നാനപ്പെടും. പല ഘട്ടങ്ങളിൽ, പല മണ്ഡലങ്ങളിൽ നിന്നെ പൂട്ടാൻ നോക്കിയതാ. പക്ഷെ നിന്റെ സീസൺ മാറുന്നത് കൊണ്ട്, ഏതിലൊക്കെയാണോ നിന്നെ പൂട്ടാൻ നോക്കിയത്, നിന്നെ കൊണ്ട് കർത്താവ് ചില സ്റ്റോർ ഹൗസസിനെ തുറപ്പിക്കുക. നിന്നെ എവിടെയൊക്കെ പൂട്ടുമെന്ന് ദുഷ്ടൻ പറഞ്ഞെങ്കിൽ ആരും തുറക്കാത്ത ചിലത് നിന്നിലൂടെ കർത്താവ് തുറക്കാൻ പോവാ. ഒരുക്കിക്കോ. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, 14 ജില്ലകൾ ഇന്ന് പകൽ വെണ്ണിക്കുളത്തുനിന്ന് കേരളത്തിന്റെ ആത്മമണ്ഡലത്തെ നോക്കി പ്രവചനാത്മാവുള്ളവർ വിളിച്ചു പറയുന്ന, പൂട്ടിയെടുത്ത് ഒരു പുതിയ റിവൈവലിന്റെ, പുതിയ മൂവിന്റെ, പുതിയ സഭാ വളർച്ചയുടെ, പുതിയ പദ്ധതികളെ ഒരു ആരംഭം ചിലതിലൂടെ സ്വർഗം കൽപ്പിക്കുകയാണ്. സംസ്ഥാനങ്ങൾ തുറക്കട്ടെ, രാജ്യങ്ങൾ തുറക്കട്ടെ. ഗെറ്റ് റെഡി. ഒരു ഗ്ലോബൽ മൂവിന് വേണ്ടി ജനം പ്രാർത്ഥിക്കട്ടെ. അയ്യോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോവാ. ഒരു ഗ്ലോബൽ മൂവിന് വേണ്ടി, അഖില ലോക ഉണർവിന് വേണ്ടി, ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഗോസ്പൽ സെന്റർ ഒരുങ്ങട്ടെ. ലോക സുവിശേഷീകരണത്തിന് വേണ്ടി ഗോസ്പൽ സെന്റർ ഒരുങ്ങട്ടെ. നിങ്ങൾ കേൾക്കുന്ന മക്കളെ, ആ സ്റ്റോർ ഹൗസിന്റെ ആ താക്കോൽ എടുക്കുമ്പോൾ ആ സ്റ്റോർ ഹൗസിലേക്ക് കാല് നീട്ടി വെച്ച് നടക്കുമ്പോൾ അവൻ്റെ കാലയിൽ പഴയ മുറിവും, കയ്യിൽ പഴയ മുറിവുണ്ട്. കാലിന് മുറിവ്, കയ്യിലെ മുറിവ്, കയ്യിൽ താക്കോലുണ്ട്. പക്ഷെ ഈ പുള്ളി നിൽക്കുന്ന മുറിവിൻ്റെ മേല മുറിഞ്ഞവർ വന്നിട്ടുണ്ടോ? മുറിഞ്ഞവർക്കല്ലേ മുറിവേറ്റവന്റെ കണ്ണുനീർ തുടയ്ക്കാൻ പറ്റത്തുള്ളൂ. സ്വർഗീയ ശില്പിയെ, നീ പാടുമ്പോ ഞാൻ കരഞ്ഞു കേട്ടോ, യൂട്യൂബിൽ കണ്ട്. കാരണം നമ്മുടെയൊക്കെ മേൽ കിടക്കുന്ന ഒരു പുതപ്പുണ്ട്. ഈ മുറിഞ്ഞവന് മാത്രമേ ഈ മുറിഞ്ഞവരുടെ മുറിവ് കെട്ടാൻ പറ്റത്തുള്ളൂ. അവിയലിനും സാമ്പാറിനും ഇല്ലാത്തൊരു ടേസ്റ്റ് കണ്ണുനീരിനുണ്ട്. മോന് പലപ്പോഴും അത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ചില സ്പെഷ്യൽ സ്റ്റോർ ഹൗസസിൽ ഈ കയ്യിൽ ചില താക്കോലുകൾ തന്നെ തമ്പുരാൻ ഈ ദിവസങ്ങളിൽ ഇരുത്താൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ മുറിവ്, കാലിൽ മുറിവ്. ഞാൻ ചോദിച്ച കർത്താവ്, എന്താ മുറിവ്? പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവൻ്റെ സ്കാർസ് എല്ലാം എനിക്ക് സ്റ്റാർസ് ആണ്. അവൻ്റെ സ്കാർ, അവൻ്റെ മുറിവുകളെല്ലാം പോലീസുകാരുടെ നക്ഷത്രം സ്റ്റാർസ് ആണ്. അപ്പൊ അധികം മുറിവേറ്റ ആരെങ്കിലും ഉണ്ടെങ്കിൽ അധികം സ്റ്റാർ ഉള്ള ഒരു കിങ്ഡത്തിലെ ഓഫീസറാക്കി, അധികം മുറിവേറ്റവനെല്ലാം അധികം മാനിക്കപ്പെടുവാൻ പോകുന്നു എന്ന് ഞാൻ നിർത്തി. 2 മിനിറ്റ്. സ്തോത്രം. യോസേഫ് രാജ്യങ്ങൾക്ക് സ്റ്റോർ ഹൗസ് തുടങ്ങി വിളമ്പി. ഒരുങ്ങിക്കോ. നിങ്ങളങ്ങനെ മിണ്ടാതിരുന്നാല് രാജ്യങ്ങൾക്ക് വിളമ്പുവാൻ പോകുന്നു. അസ്രേ, രാജ്യങ്ങൾക്ക് വിളമ്പാൻ പോവാ. രാജ്യങ്ങൾക്ക് നിന്നെ കൊണ്ട് കർത്താവ് വിളമ്പിക്കാൻ പോവാ. അതിന്റെ വെളിപ്പാടുകൾ നിന്റെ ഉള്ളിൽ കർത്താവ് ലോഡ് ചെയ്യുക. യോസേഫ് സ്റ്റോർ ഹൗസിനെ നിറച്ചതുപോലെ അതിന്റെ ദൂതിനാൽ രാജ്യങ്ങളുടെ ദൂതിനാൽ ദൈവം തന്നെ നിറയ്ക്കുകയാണ്. ലബനാനായിരിക്കാം, സിറിയയായിരിക്കാം, ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്ന് പലരും ധാന്യം ഉൾക്കൊള്ളുമ്പോൾ ഒരു ദിവസം ഞാൻ ചിന്തിക്കുന്നു, യോസെഫിന്റെ പേഴ്സണൽ സെക്രട്ടറി ആണെങ്കിൽ പേഴ്സണൽ അസിസ്റ്റന്റ് അവരൊക്കെ വന്നിട്ട് പിന്നെ പറഞ്ഞു, സർ, നമുക്ക് ചില ഇന്റർനാഷണൽ ഗസ്റ്റ് വന്നിരിക്കുന്നു. അവർ വന്നിരിക്കുന്ന കനാൻ നാട്ടിൽ നിന്നാണ്. എവിടെ? കനാൻ നാട്ടിൽ.
അപ്പോൾ ബാക്കിയുള്ളവരെ പിന്നെ നോക്കാം. ആദ്യം ആ കനാൻ നാട്ടുകാർ വിട്. കാരണം അകത്ത് പറഞ്ഞു ഞാനും വന്നത് നിന്നെ കരയിപ്പിച്ചവർ, നിന്നെ മുറിച്ചവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞവർ, നിനക്കെതിരെ വാട കോരിയവർ, നിന്നെ തേടി വരുന്ന ഒരു സീസൺ. സീസൺ മാറാൻ പോകുന്നു. നിന്റെ അഭിഷേകം നിന്റെ മിത്രങ്ങൾക്ക് മാത്രമല്ല ഉപകാരം. ഒരിക്കൽ കൂടെ, നിന്റെ അഭിഷേകം നിന്റെ മിത്രങ്ങൾക്ക് മാത്രമല്ല, നിന്റെ ശത്രുക്കൾക്ക് പോലെ നിന്റെ അഭിഷേകം ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. വന്നപ്പോ ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം ഇവരെ കണ്ടത്. പക്ഷെ ആ ഓർഡർ അവൻ മറന്നിട്ടില്ല. രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ആ ഓർഡർ മറന്നിട്ടില്ല. അവർ വരും. നിന്റെ മുൻപിൽ അവർ വന്നു തന്നെയാകും. കാരണം എന്റെ ദൈവം യഹോവ തിസ്കനോ, അവൻ നീതിയുള്ള ന്യായാധിപതി. ഞാൻ നിർത്തി. അവർ നിന്റെ അടുക്കൽ വരും. അങ്ങ് അമേരിക്കയിലെ ബെന്നിക്കിൻ കൈവച്ചാൽ ആ വിടുതൽ നടക്കത്തില്ല. അവരുടെ മേൽ നിന്റെ അഭിഷേകം, നിന്റെ അനുഗ്രഹമാണ് അവർക്ക് അനുഗ്രഹമാകുവാൻ പോകുന്നത്. അവർ വന്നപ്പോൾ ആരവിടെ? യവന്മാര് കാരണം 13 വർഷം ഞാൻ കഷ്ടപ്പെട്ടതാ. യവന്മാരല്ല 26 വർഷം. എത്ര വർഷം? 26 വർഷം യവന്മാരെ കാരാഗൃഹത്തിൽ പൂട്ട് ഞാൻ കിടന്നെടുത്ത് തന്നെ എന്നല്ല പറഞ്ഞത്. പ്രതികാരം നിനക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിനുള്ളത്. ഇന്ന് പകൽ ഈ ഉയർത്തിയ കരങ്ങളിൽ ചില താക്കോൽ കൂട്ടങ്ങളെ ദൈവം ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഈ ഉയർത്തിയ കരങ്ങളിൽ ചില നിയോഗങ്ങളെ കർത്താവ് നൽകാൻ വേണ്ടി പോകുന്നു. എത്ര പേർ പറയും, കർത്താവേ എന്നെ അനുഗ്രഹമാക്കണമേ, എൻ്റെ മുന്തിരിവള്ളി, ഞാനാകുന്ന മുന്തിരിവള്ളി പടരണമേ. ശത്രു പലപ്പോഴും പലതിൽ മതിലുകൾ പടരുന്നുണ്ട്. എന്നാൽ സ്തോത്രം, ആരൊക്കെയോ എന്നെ വേദനിപ്പിച്ചു, ആരൊക്കെയോ എന്നെ കരയിപ്പിച്ചു. ഒരിക്കൽ കൂടെ, ആരൊക്കെയോ എന്നെ വേദനിപ്പിച്ചു, ആരൊക്കെയോ എന്നെ കരയിപ്പിച്ചു, ആരൊക്കെയോ എനിക്കതിനെ അപവാദം പറഞ്ഞു, ആരൊക്കെയോ ഞാൻ ചത്തുപോയി എന്ന് പറഞ്ഞു, ആരൊക്കെയോ എന്നെ ഒറ്റപ്പെടുത്തി. പക്ഷെ അവർക്ക് കൂടെ എനിക്കൊന്ന് വിളമ്പണം. അങ്ങയുടെ മഹത്വത്തിനായി, എൻ്റെ മഹത്വത്തിനല്ല, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി എൻ്റെ സീസൺ മാറി എന്ന് അവർ കൂടെ ഒന്ന് അറിയട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർ മാത്രം കരങ്ങൾ ഒന്ന് ഉയർത്തിയാണ്. ആ കരങ്ങൾ ഉയർത്തുക. വേഗത്തിൽ മുന്നിൽ വന്നേ, വേഗത്തിൽ മുന്നിൽ വന്നേ, വേഗത്തിൽ മുന്നിൽ വന്നേ, വേഗത്തിൽ മുന്നിൽ വന്നേ, വേഗത്തിൽ മുന്നിൽ വന്നേ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും. വരിക സഹോദരന്മാർ. എൻ്റെ എല്ലാ സഹോദരന്മാർ വന്നേ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു ചൊല്ലുന്നു ഞാൻ. എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു ചൊല്ലുന്നു. ഇരിക്കരങ്ങളെ ഉയർത്തി വരികൾ കൂടെ കണ്ണുകളടച്ച് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർത്തി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോരു
സ്തുതി. യേശു മാത്രം, യേശു മാത്രം മതി. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. കണ്ണുകളടച്ച് കണ്ണുനീരോടെ, യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു, യേശു എന്ന് പകലവൻ ഇവിടെയുണ്ട്. യേശു ആരിലും വലിയവൻ, യേശു, യേശു, യേശു ആരിലും മതിയായവൻ. ഒരിക്കൽ കൂടെ സ്വർഗ്ഗം കേൾക്കട്ടെ. യേശു, യേശുവേ, യേശു, യേശു ആരിലും വലിയവൻ, യേശു, യേശു, യേശു ആരിലും മതിയായവൻ, യേശു ആരിലും, യേശു ആരിലും മതിയായവൻ. എല്ലാ കണ്ണുകളും നിർബന്ധമായി അടയട്ടെ. 120 സെക്കൻഡ്, 2 മിനിറ്റ്. 2 കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച്, 2 കരങ്ങളെ, ഏറ്റവും പിൻപിൽ നിൽക്കുന്നവർ, ഇരിക്കുന്നവർ, മുൻപിൽ നിൽക്കുന്നവർ, 2 കരങ്ങളെ മാർവോട് ചേർത്ത് വെച്ച്, കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പർപ്പസിലി കണ്ണുകൾ അടച്ചു. എനിക്ക് മാത്രം ഒറ്റപ്പെടൽ, എനിക്ക് മാത്രം പൊട്ടക്കിണർ, എനിക്ക് മാത്രം നിന്ന, എനിക്ക് മാത്രം അപവാദം, എനിക്ക് മാത്രം കാരാഗ്രഹം, എൻ്റെ വീട്ടിൽ വേറെ ആർക്കുമില്ലാത്ത മുറിവുകൾ എനിക്ക് മാത്രം, എൻ്റെ ക്ലാസ്സിൽ പഠിച്ച, എൻ്റെ സ്കൂളിൽ പഠിച്ച, അല്ലെങ്കിൽ കോളേജിൽ പഠിച്ച വേറെ ആർക്കുമില്ലാത്ത കയ്പുകൾ എനിക്ക് മാത്രം. കണ്ണുകൾ അടച്ച അപരാധികളെ മുഴുവൻ ഇന്ന് പകൽ എന്നേക്കുമായി ഇറക്കി വെച്ചേ. കമോൺ, കമോൺ. ഈ ഹാൾ മുഴുവൻ ഒരു മേഘം ഇറങ്ങി നിൽക്കുന്ന, ആര് കുനിഞ്ഞു നിൽക്കരുത്. സ്വർഗത്തിലേക്ക് നോക്കി സുഹൃത്തുക്കളോട്, ഫ്രണ്ട്സിനോട് പറവാൻ കഴിയാത്തത് യേശുവിനോട് പറഞ്ഞേ. ബന്ധുക്കളോട് പറവാൻ കഴിയാത്തത് കർത്താവിനോട് പറഞ്ഞേ. നിന്റെ ഉള്ളിലുള്ള വ്യഥകൾ, കണ്ണുനീരുകൾ, ചോദ്യങ്ങൾ, ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ചോദ്യങ്ങൾ. എന്തുകൊണ്ട് ഞാൻ മാത്രം? എന്തുകൊണ്ട് എനിക്ക് മാത്രം? എന്തുകൊണ്ട് ഞാൻ മാത്രം? എന്തുകൊണ്ട് എനിക്ക് മാത്രം? മനുഷ്യന്റെ മുൻപിൽ നിങ്ങൾക്ക് കരയാൻ പറ്റില്ല. മനുഷ്യൻ നിങ്ങളെ പരിഹസിക്കും. പക്ഷെ നിങ്ങളുടെ സ്വന്തം സഹോദരൻ എന്ന പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന പോലെ ഇന്ന് പകൽ ആ ഹൃദയത്തിനകത്തുള്ള നൊമ്പരങ്ങളെ കണ്ണുകൾ അടച്ച് അവന്റെ പാദത്തിലൊന്ന് ഇറക്കി വെച്ച് ഒഴുക്കിക്കളഞ്ഞ് പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. യെസ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുന്നു. ഏറ്റവും പിൻപിൽ നിൽക്കുന്നവരും കഠിന ഹൃദയരായി നിൽക്കരുത്. കർത്താവ് നിന്റെ ഹൃദയത്തെ തൊടുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയത്തെ തൊടുന്ന ഈ വേളയിൽ നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. എന്നും പൊട്ടക്കിണറല്ല, എന്നും അടിമച്ചന്തയല്ല, എന്നും അപവാദമല്ല, എന്നും മറ്റൊരുത്തൻ്റെ കീഴിൽ കഷ്ടപ്പെടുന്ന ലെവലല്ല, എന്നും മറക്കുന്ന നന്ദിയില്ലാത്ത ജനത്തിനു വേണ്ടി പ്രതിഫലമില്ലാതെ തകരുന്നതല്ല ജീവിതം. നിന്റെ സീസൺ മാറുന്നു. ആരൊക്കെ നിന്നെ വെറുതെ ഉപയോഗിച്ചു? അവർ കയറിപ്പോയി. നിന്നൊരു ഏണിയാക്കി അവർ കയറിപ്പോയി. നിന്നൊരു പേപ്പർ ഗ്ലാസ് പോലെ, പേപ്പർ പ്ലേറ്റ് പോലെ ഉപയോഗിച്ച് എറിഞ്ഞു കളഞ്ഞു. എന്നാൽ തമ്പുരാൻ ഇന്ന് പകൽ നിന്നെ നോക്കി പ്രവചിച്ചു പറയുന്നു, നിന്റെ പേരിൽ എനിക്കൊരു സ്പെഷ്യൽ അനുഗ്രഹം തരുവാനുണ്ട്. നിന്റെ പേരിൽ എനിക്കൊരു ഉണർവുണ്ട്. നിന്റെ പേരിൽ എനിക്കൊരു ചലനമുണ്ട്. നിന്റെ പേരിൽ ഇതുവരെ സഭ കണ്ടിട്ടില്ലാത്ത ഒരു ശുശ്രൂഷയുണ്ട്.
നിന്റെ പേരിൽ പുതിയൊരു വേവുണ്ട്. ശബ്ദമുയർത്തി ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ദൈവമക്കളെ, കണ്ണുകൾ അടച്ച് ആരാധിച്ച് ഏറ്റെടുക്കണം. കണ്ണുകൾ അടച്ച് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കണം. സീസൺ മാറുകയ, ജീവിതം മാറുകയ, ജീവിതം മാറുകയ, വീടിന്റെ അന്തരീക്ഷം മാറുകയ, തലമുറകൾ മാറുകയ. Come on, come on, come on. മതിലിന്മേൽ പടരുന്നു, മതിലിന്മേൽ പടരുന്നു, മതിലിന്മേൽ പടരുന്നു. ഈ സഭ മതിലിന്മേൽ പടരുന്നു. ഈ കുടുംബങ്ങൾ മതിലിന്മേൽ പടരുന്നു. ഈ വ്യക്തികൾ മതിലിന്മേൽ പടരുന്നു. വ്യക്തിയായവർ പടരും, കുടുംബമായി പടരും, അതുകൊണ്ട് സഭയായി പടരും. അത് ലോകം കാണും. ആ പടരുന്നതിന്റെ തണലിൻ കീഴിൽ കണ്ടിട്ടുള്ളവരെ കാണാത്തവരെ വന്നു പാർക്കും. കൈയടിക്കേണ്ടവർ ശക്തിയായി കൈയടിച്ച് പടരും, 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 പടരും. ഇനി ഒരു മുരടിപ്പ് നടക്കില്ല. പുതിയ തളർപ്പുകൾ, പുതിയ ഡിറക്ഷൻ, പുതിയ ദിശകൾ, പുതിയ വാതിലുകൾ, പുതിയ കൂട്ടായ്മകൾ, പുതിയ ബന്ധങ്ങൾ. ഓൺലൈനിൽ നിന്ന് ആരാധിക്കുന്ന എല്ലാവരും ടൈപ്പ് ചെയ്ത് വിട്ടേ, മൈ സീസൺ ചേഞ്ചിങ്, മൈ സീസൺ ചേഞ്ചിങ്. ആ ഓൺലൈനിൽ ഇരിക്കുന്ന എല്ലാവരും ടൈപ്പ് ചെയ്ത് വിട്ടേ, മൈ സീസൺ ചേഞ്ചിങ്. എന്റെ സീസൺ മാറുന്നു, എന്റെ സീസൺ മാറുന്നു. ഇവിടെ നിന്ന് കൈയടിച്ച് ആരാധിക്കുമ്പോൾ നീ വിട്ടിട്ട് വന്ന വീടിന്റെ സീസൺ മാറുന്നു. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ദൂതന്മാർ, ദൂതന്മാർ, ദൂതന്മാർ നിന്റെ വീട്ടിൽ ഇറങ്ങുന്നു. സീസൺ മാറുന്നു. ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ നീയുമായി ബന്ധപ്പെട്ട് വിദേശങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ഭൂഖണ്ഡങ്ങളായിരിക്കുന്ന നിന്റെ മക്കളുടെ മേൽ, നിന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം, സ്പർശനം, സ്പർശനം വെളിപ്പെടുന്നു. സീസൺ മാറുന്നു. സീസൺ മാറുന്നു. കേൾക്കാൻ രസമുണ്ടല്ലേ? കേൾക്കാൻ രസമുണ്ട്. സീസൺ മാറുന്നു, കേൾക്കാൻ രസമുണ്ട്. ബഹളുണ്ടാക്കുന്നത് കാണാനും ഭയങ്കര രസമുണ്ട്. പക്ഷെ ആരാ സീസൺ മാറ്റുന്നേ? എന്താ സീസൺ മാറ്റുന്നേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ ആദിവസിച്ച ഇമ്മാനുവൽ അവന്റെ പാദം ഈ ഭൂമിയിൽ സ്പർശിച്ചപ്പോ BC AD സീസൺ മാറി. അമ്മ മറിയയ്ക്ക് സീസൺ മാറ്റാൻ പറ്റത്തില്ല. കൊന്തയ്ക്ക് സീസൺ മാറ്റാൻ പറ്റില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. വിശുദ്ധന്മാർക്ക്
സീസൺ മാറ്റാൻ പറ്റില്ല. ഒരു പാതിരിക്ക്, ഒരു പാസ്റ്ററിന്, ഒരു പ്രവാചകന്, ഒരു ചർച്ചിന്, ഒരു ഓർഗനൈസേഷന് നിന്റെ സീസൺ മാറ്റാൻ കഴിയില്ല. പക്ഷെ എനിക്കും നിനക്ക് മധ്യത്തിൽ ഉയർത്തെഴുന്നേറ്റവനായി ഇറങ്ങി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. തിരിച്ചറിയാൻ കഴിയാത്തവന് അവന് നിന്റെ സീസൺ മാറ്റാൻ കഴിയും. നിർബന്ധമായി ഒരിക്കൽ കൂടെ രണ്ട് കണ്ണുകളെ അടച്ച്, നിർബന്ധമായി രണ്ട് കണ്ണുകൾ അടച്ച്. ദിസ് എ ഹോളി മൊമെന്റ്. ഇത് വിശുദ്ധമായ ഒരു സമയമാണ്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എഴുന്നേറ്റ് നിൽപ്പാൻ കഴിവുള്ളവർ മാത്രം എഴുന്നേറ്റ് നിന്നാട്ടെ. ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവർ എഴുന്നേറ്റ് നിൽപ്പാൻ കഴിവുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ടെ. ബിക്കോസ് ആ ഓൺലൈൻ വാച്ച് ചെയ്യുന്നവരില്ല, ആ റൂമിൽ കർത്താവുണ്ട്. ദർ ഇസ് നോ ഡിസ്റ്റൻസ് ഇൻ പ്രയർ ആൻഡ് വർഷിപ്പ്. യെസ്. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ മാറുപടി ചേർത്ത് വയ്ക്കുക. യേശുവാണ് നിന്റെ സീസൺ മാറ്റുന്നത്. ഒരു പ്രാസംഗികനല്ല, ഒരു പാസ്റ്ററല്ല, ആരോ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടല്ല. യേശു നിന്നിൽ വരുമ്പോൾ നിന്റെ സീസൺ മാറുന്നു. കണ്ണുകൾ അടച്ച് മക്കളെ, ആരോ ഇന്ന് പകൽ യേശുവിന് വേണ്ടി തീരുമാനിക്കേണ്ടത് ആവശ്യം. ആരോ ഇന്ന് യേശുവിന് വേണ്ടി പുതിയൊരു തീരുമാനം എടുക്കേണ്ടത് ആവശ്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് നസ്രയത്തിൽ നിന്ന് യോർദാനിലേക്ക് അവൻ നടന്നു വന്ന് ആ തണുത്ത വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ യോഹന്നാൻ സ്നാനം പറഞ്ഞു, നിന്നാൽ എനിക്ക് സ്നാനം ഏൽക്കേണ്ടത് ആവശ്യം. എന്നാൽ യേശു പറഞ്ഞു, പെർമിറ്റഡ് നൗ, ഇപ്പോൾ സമ്മതിക്കാം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. കണ്ണുകളടച്ച് സ്നാനപ്പെടാത്ത എല്ലാവരും തീരുമാനിച്ചേ. സ്നാനപ്പെടാത്ത എല്ലാവരും ഇന്ന് പകൽ തീരുമാനിക്കണം. ഇത് നിങ്ങളുടെ തീരുമാനത്തിൻ്റെ പകൽ. എൻ്റെ അവസ്ഥ മാറണം. കർത്താവ് യേശു എനിക്കൊരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തീരുമാനിച്ചേ. തീരുമാനത്തിൻ്റെ ആത്മാവായി ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ചലിക്കുന്നു. ഈ ഹോളിൽ മുഴുവൻ ചലിക്കുന്നു. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. കർത്താവ് യേശു എനിക്കൊരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നവർ ദയവായി നിങ്ങളുടെ വലത് കരങ്ങളെ ഉയർത്തിയാണ്. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താമോ അത്രത്തോളം ദയവായി നിങ്ങൾ വലത് കരങ്ങളെ ഉയർത്തിയാണ്. യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ബ്രദർ ഞാൻ സ്നാനപ്പെടാൻ ഇതാ കൈ ഉയർത്തി തീരുമാനിച്ച് കൈ ഉയർത്തിയിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ ഇനിയുണ്ട്. എത്രത്തോളം നന്നായി കരങ്ങൾ ഉയർത്താം അത്രത്തോളം നന്നായി കരങ്ങൾ ഉയർത്തിയാണ്. തലയ്ക്ക് മുകളിൽ നന്നായി ഇനിയുണ്ടല്ലോ, കരങ്ങൾ ഉയർത്തിയാട്ടെ. കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, യൗവനക്കാർ, യേശു എൻ്റെ ജീവിതത്തിൽ ഒരവസരം തന്നാൽ ഞാൻ സ്നാനപ്പെടും. കരങ്ങൾ ഉയർത്തിയാട്ടെ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസിക്കത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ സന്നിധിയിൽ തീരുമാനിച്ച എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ നീ അവരെ കഴുകും, വിശുദ്ധീകരിക്കും. അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി ഈ കുഞ്ഞുങ്ങൾ നിൽക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യും. വേഗത്തിൽ അങ്ങയുടെ കൽപ്പന അനുസരിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യും. ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിലും കൃപയിലും അവിടുന്ന് അവരെ സൂക്ഷിക്കും. അങ്ങയുടെ അത്ഭുത നാമത്തെ മഹത്വപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ തന്നെ തീരുമാനിച്ച എല്ലാവരും ഈ സെഷൻ കഴിഞ്ഞ് ഓടിപ്പോകല്ല. ഷാജി പാസ്റ്ററിയോ അസോസിയേറ്റ് പാസ്റ്ററിയോ വന്ന് കാണണം. ശനിയാഴ്ച, അടുത്ത ശനിയാഴ്ച 27-ാം തീയതി സ്തോത്രം, അതെ, ഇവിടെ വെച്ച് സ്നാനമുണ്ടായിരിക്കും. 27-ാം തീയതി സ്നാനമുണ്ടായിരിക്കും. ആരും ഈ ഹാളിൽ ചലിക്കരുതേ. 30 സെക്കൻഡ് ആ നിൽക്കുന്ന സ്ഥലം നിന്നാട്ട്. നമ്മുടെ സീസൺ, നിങ്ങളുടെ സീസൺ മാറുന്ന ദിവസങ്ങളാണ്. ഈ ചർച്ചിൻ്റെ സീസൺ മാറുന്ന ദിവസങ്ങളാണ്. ഇടത്തോട്ടും വലത്തോട്ടും നീ പരക്കും എന്ന ക്രമത്തിൽ ഇതൊരു റെക്ടാങ്കിൾ ആയിരിക്കത്തില്ല. ഭാവിയിൽ ഇതൊരു സ്ക്വയർ ആയിരിക്കും. ഇതൊരു റെക്ടാങ്കിൾ ആയിരിക്കത്തില്ല, ഇതൊരു സ്ക്വയർ ആയിരിക്കും. ദൈവമാതിരികളെ വിശാലമാക്കുക. സീസൺ മാറുകയാണ്. വീട്ടിൽ പോയി ബൈബിളിലോ അല്ലെങ്കിൽ സ്തോത്രം, അതെ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എൻ്റെ സീസൺ മാറുന്ന വലിയമേ കർത്താവിനോട് പറഞ്ഞതാണ്. ഞാനൊരു ടെലഗ്രാം പോലെ നിങ്ങൾക്ക് തന്നത്. നിങ്ങളുടെ സീസൺ മാറുന്നു. നിങ്ങൾ പഴയതുപോലെ ഇനി ജീവിപ്പാൻ കഴിയത്തില്ല. നിങ്ങളുടെ സീസൺ മാറുന്നു. ശരണം ആരാധന യേശുവിന്, ആരാധന യേശുവിന്, ആരാധന യേശുവിന്, ആരാധന യേശുവിന്. നീ சொன்னால் போதும் செய்வே, நீ காற்றும் வழியில் நடப்பேன், உன் பாதம் முன்னே பிடிப்பேன் என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வேன், நீ காற்றும் வழியில் நடப்பேன்,
உம் பாதம் ஒன்றை பிடிப்பேன் என் அன்பு இயேசுவே. ஆராதனா இயேசுவுக்கு, ஆராதனா இயேசுவுக்கு, ஓ ஆராதனா இயேசுவுக்கு, ஆராதனா இயேசுவுக்கு, ஓ ஆராதனா இயேசுவுக்கு, ஆராதனா இயேசுவுக்கு, ஓ ஆராதனா இயேசுவுக்கு, ஆராதனா இயேசுவுக்கு. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം നമുക്ക് ദൈവസന്നിധിയിൽ. ഇന്ന് പകൽ നാം കേട്ട ദൈവത്തിൻ്റെ ആഴമേറിയ വചനത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സീസൺ മാറും.